ഫ്രണ്ട്സ്, വെൽക്കം ടു വൃന്ദാവൻ പി എസ് സി വേൾഡ്. അപ്പോൾ നമ്മൾ അസിസ്റ്റൻറ്റ് സെയിൽസ്മാന് വേണ്ടിയിട്ടുള്ള PYQ സീരീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്നലെ മാത്രം എനിക്ക് ഇടാൻ സാധിച്ചില്ല കേട്ടോ, കുറച്ച് കാരണങ്ങളാൽ. നമ്മൾ വീക്ക്ലി സ്റ്റഡി പ്ലാൻ, അതായത് വീക്ക്ലി ടാർഗറ്റ് ചെയ്ത് എന്തൊക്കെ പഠിച്ചു തീർക്കണം എന്നുള്ളത് ഓൾറെഡി 2 വീക്കിൻ്റെ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇത് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ടാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത് നിങ്ങൾ എന്താണ് ഓരോ ചോദ്യങ്ങൾ നമ്മൾ കാണുമ്പോൾ നമുക്ക് മനസ്സിലാകും ഏത് ഏരിയാസാണ് അല്ലെങ്കിൽ ഏത് മെറ്റീരിയലാണ് നമ്മൾ കൂടുതൽ യൂസ് ചെയ്യേണ്ടത്. ഒബ്വിയസ്ലി നമുക്കറിയാം SCERT എന്ന് പറയുന്നത് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫാക്ടറാണെന്ന്. പക്ഷേ അപ്പം ഞാൻ കമൻറ്റ് കണ്ടിട്ടുണ്ടായിരുന്നു NCERT വേണമെന്ന്. NCERT വേണമെന്ന് നമുക്ക് ഇന്നത്തെ ഈ ഒരു ചോദ്യ പേപ്പർ ഡിസ്കസ് ചെയ്യുന്നതിലൂടെ മനസ്സിലാകും കേട്ടോ. ചില സബ്ജക്ട്സ് എൻ്റെ ഏരിയാസ് NCERT എന്നാണ് അവർ ചോദിക്കുന്നത്. ഓക്കെ, അപ്പോൾ അത് ഞാൻ വിത്ത് എക്സാമ്പിൾ അടക്കം ഈ ഒരു വീഡിയോയിൽ പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങളത് ഫുള്ളായിട്ട് കാണുക. എന്ത് ഇതാക്കുകയാണെങ്കിലും നിങ്ങൾക്കിത് ഉപകാരപ്പെടുകയുള്ളൂ. നമ്മൾ മാക്സിമം ചോദ്യങ്ങൾ കണ്ടുശീലിക്കാൻ ശ്രമിക്കാം. കഴിഞ്ഞ എക്സാമുകളിലൊക്കെ പല ഏരിയാസും റിപ്പീറ്റഡ് ആയിട്ട് വന്നു, പല സ്റ്റേറ്റ്മെൻറ്റ്സും റിപ്പീറ്റഡ് ആയിട്ട് വന്നു. ഇപ്പോൾ നമ്മൾ ഇന്നത്തെ ഈ ഒരു ഡിസ്കസ് ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് ചെയ്യുന്നത് നമുക്കത് മനസ്സിലാവും. ഇക്കഴിഞ്ഞ ലാബ് അസിസ്റ്റൻറ്റിന് പോലും ഇതേ സ്റ്റേറ്റ്മെൻ്റ് ആണല്ലോ വന്നത് എന്നുള്ളത്. ഓക്കെ, അപ്പോൾ അതിന് നിങ്ങൾ കൃത്യമായിട്ട് ഈ ഒരു ചോദ്യ പേപ്പർ മനസ്സിലാക്കുക. ഇത് ഞാൻ ഡിസ്കസ് ചെയ്ത് പോകുന്നുണ്ട്. നിങ്ങൾക്ക് നിങ്ങളുടെ കംഫർട്ട് സോണിൽ നിന്ന് കാണുന്നുണ്ടെങ്കിൽ സ്പീഡ് നിങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. നിങ്ങൾക്കത് കൂട്ടിയോ കുറച്ചോ എങ്ങനെ വേണമെങ്കിലും കാണാം. യൂട്യൂബിൻ്റെ റൈറ്റ് ടോപ്പിൽ സൈഡ് സെറ്റിങ്സിലുണ്ട് പ്ലേബാക്ക് സ്പീഡ് അഡ്ജസ്റ്റ് ചെയ്യാൻ. അപ്പോൾ നമുക്ക് ആദ്യം ചോദ്യങ്ങൾ നോക്കാം. പരമ്പരാഗത വൈദ്യശാസ്ത്ര ഗവേഷണത്തിനുള്ള സഹകരണ കേന്ദ്രമായി WHO 2024 ജൂൺ 3 ആയുഷ് മന്ത്രാലയത്തിൻ്റെ സെൻട്രൽ കൗൺസിൽ ഫോർ റിസർച്ച് ഇൻ ആയുർവേദ സയൻസസിന് കീഴിലുള്ള ഏത് യൂണിറ്റിനെയാണ് നിയോഗിച്ചത്? ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് C ആണ്. NIIMH ഹൈദരാബാദ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ അതൊന്ന് ജസ്റ്റ് മനസ്സിലാക്കുക. നമുക്ക് ചിലപ്പോൾ 24 ഈ പറഞ്ഞു പോകുന്ന കറണ്ട് അഫെയറും വേറെ രീതിയിലൊക്കെ ചോദിക്കാം. ഇപ്പോൾ 23 കറണ്ട് അഫെയറാണ്, 2 കണ്ടാണ് ലാബ് അസിസ്റ്റൻറ്റിന് ചോദിച്ചത്. ഓക്കെ, അപ്പോൾ അതൊക്കെ എക്സ്ട്രീംലി ബുദ്ധിമുട്ടാണ് ഓർത്തെടുക്കുക എന്ന് പറയുന്നത്. അപ്പോൾ ഒട്ടും അറിയാത്തത് വിട്ട് കളയാന്നുള്ളത് മാത്രമേ ഉള്ളൂ നമ്മളുടെ മുന്നിലുള്ള വഴി അല്ലേ. ദെൻ നെക്സ്റ്റ് ചോദ്യം. പ്രകാശരശ്മി ഒരു പ്രിസത്തിൽ കൂടി കടന്നു പോകുമ്പോൾ 7 വർണ്ണങ്ങളായി മാറുന്ന പ്രതിഭാസം. ഓക്കെ, പ്രകാശരശ്മി ഒരു പ്രിസത്തിൽ കൂടി കടന്നു പോകുമ്പോൾ 7 വർണ്ണങ്ങളായി മാറുന്ന പ്രതിഭാസം എന്ന് പറയുന്നത് ആൻസർ കീ പ്രകാരം വിസരണമാണ്. പക്ഷേ ആക്ച്വലി ഈ വിസരണം എന്ന് പറയുന്നതിനേക്കാൾ കൂടുതൽ ഒരു കോമ്പോസിറ്റ് ലൈറ്റ്, അതായത് ഒരു സമന്വിത പ്രകാശം പ്രിസത്തിലൂടെ കടന്നു പോകുമ്പോൾ അത് ഘടകവർണ്ണങ്ങളായിട്ട് മാറുന്നത് ഡിസ്പേർഷൻ എന്ന് പറയുന്നൊരു പ്രതിഭാസം കൊണ്ടാണ്. മലയാളത്തിൽ പ്രകീർണനം എന്ന് പറയും. ഓക്കെ, ഈ പ്രകീർണനം നടക്കുന്നതിൻ്റെ മെയിൻ റീസൺ അപവർത്തനം. ഓക്കെ, അത് നിങ്ങൾക്ക് പ്രകാശവുമായിട്ട് റിലേറ്റ് ചെയ്ത് നമ്മൾ ഫിസിക്സിൽ പഠിക്കുമ്പോൾ നമ്മൾ കുറേയധികം ഫിനോമിനാസ് നോക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അതിൽ ഈ പറയുന്ന ഓരോന്നിൻ്റെയും നമ്മൾ കൃത്യമായിട്ട് നോക്കണം. ഈ പറയുന്ന വിസരണം വരുന്നത് ഇപ്പോൾ ആകാശത്തിൻ്റെ നീല നിറം എന്തുകൊണ്ട്, അതുപോലെ തന്നെ നക്ഷത്രങ്ങൾ മിന്നിത്തിളങ്ങുന്നതിന് കാരണം, നമുക്കത് മിന്നിത്തിളങ്ങുന്നതായിട്ട് തോന്നുന്നതിൻ്റെ കാരണം, ഇതൊക്കെ റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കാറുണ്ട്. അപ്പോൾ ആക്ച്വലി ആൻസർ പ്രകീർണനം എന്നുള്ളത് തന്നെയാണ്. അതിൻ്റെ അണ്ടർലൈങ് ഒരു ഫാക്ടർ എന്ന് പറയുന്നത് അപവർത്തനമാണ്. അപ്പോൾ ഇതിൽ കീഴിൽ കൊടുത്തിരുന്നത് വിസരണം എന്നായിരുന്നു ആക്ച്വലി കേട്ടോ. ദെൻ നെക്സ്റ്റ്, ലോ ഓഫ് ഇനേർഷ്യ എന്നറിയപ്പെടുന്ന ന്യൂട്ടൻ്റെ ചലന നിയമം ഏത്? ഇത് ന്യൂട്ടൻ്റെ 1ാം ചലന നിയമമാണ്. ന്യൂട്ടൻ്റെ 3 ചലന നിയമങ്ങളും നമ്മൾ അതിൻ്റെ സ്റ്റേറ്റ്മെൻ്റ് അടക്കം നോക്കണം. പിന്നെ അതിൻ്റെ ആപ്ലിക്കേഷൻസ്, അതുവഴി ഉണ്ടായിരിക്കുന്ന ഇക്വേഷൻസും കൃത്യമായിട്ട് നോക്കണം കേട്ടോ. 1ാം ചലന നിയമത്തിൽ എന്താണ് പറയുന്നത്, 2ൽ എന്താണ്, 3ൽ എന്താണെന്നത് കൃത്യമായിട്ട് നോക്കണം. ഞാനിപ്പോൾ സയൻസിൻ്റെ മേഖല ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോകുന്നുള്ളൂ. ദെൻ ഹൈഡ്രോളിക് ലിഫ്റ്റിൻ്റെ പ്രവർത്തന തത്വം ഇത് കുറേ പ്രാവശ്യമായി ഇത് ചോദിക്കുന്നു അല്ലേ. ഇതിൻ്റെ ഉത്തരം പാസ്കൽസ് ലോ ആണ്. ദെൻ ട്രെയിൻ 18 എന്നറിയപ്പെടുന്ന എക്സ്പ്രസ് ട്രെയിൻ ഏതാണ്? ട്രെയിൻ 18 എന്നറിയപ്പെടുന്ന എക്സ്പ്രസ് ട്രെയിൻ വന്ദേ ഭാരത് എക്സ്പ്രസ് ആണ്. അപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് നമ്മുടെ കേരളത്തിൽ വന്ദേ ഭാരത് വന്ന ഒരു വർഷം തീയതിയൊക്കെ ഒന്ന് നോക്കുക. ചിലപ്പോൾ നമ്മൾ ലേറ്റസ്റ്റ് കറണ്ട് അഫയേഴ്സ് പഠിക്കുമ്പോൾ പഴയതധികം ചോദിക്കില്ല എന്ന് വെച്ച് വിടാം. അപ്പോൾ അതൊക്കെ ഒന്ന് നോക്കി ചേക്കൂട്ടെ, ചിലപ്പോൾ അതൊക്കെ വീണ്ടും ചോദിച്ചുകൂടായില്ല. ദെൻ ചന്ദ്രയാൻ 3ൻ്റെ ലാൻഡറിൻ്റെ പേരെന്താണെന്ന് നമുക്കറിയാമല്ലേ, വിക്രം ലാൻഡർ, പ്രഗ്യാൻ റോവർ. നമ്മൾക്ക് ഇപ്പോൾ ബൈ ഹാർട്ടാണ്. ദെൻ നെക്സ്റ്റ് ചോദ്യം. ആധുനിക ആവർത്തന പട്ടികയിലെ അറ്റോമിക് നമ്പർ ഏറ്റവും കൂടിയ മൂലകം നമുക്കറിയാം 118ാമത്തെ എലമെൻ്റ് ആണ് ഓഗ്നസൺ അല്ലേ, അതാണെന്നുള്ളത്. ദെൻ ഏത് നിശ്ചിത അനുപാതത്തിൽ ഏതെല്ലാം ഗാഢ ആസിഡുകൾ ചേർത്താണ് അക്വാറീജിയ ലഭിക്കുന്നത്? അപ്പോൾ ഇതും റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഡിഗ്രി ലെവലിന് പോലും ഇത് ചോദിക്കുന്നുണ്ട് മെയിൻസിന്. അപ്പോൾ 1:3 റേഷ്യോയിൽ HNO3 HCl എന്നുള്ളതാണ്. ഇത് കൂടുതൽ എടുക്കുന്നത് ഹൈഡ്രോക്ലോറിക് ആസിഡ് ആണ് അല്ലേ. 1:3 റേഷ്യോ ആണ്. അതിൽ ആദ്യം HNO3 HCl എന്ന് ഓർത്താൽ മതി. ദെൻ നെക്സ്റ്റ്, ശാസ്ത്രജ്ഞനും അവർ മൂലകങ്ങളെ വർഗീകരിച്ചിരിക്കുന്ന ബന്ധവും താഴെ നൽകിയിരിക്കുന്നു, അതിൽ ഏറ്റവും ശരിയായത് തിരഞ്ഞെടുക്കുക. നമുക്കറിയാവുന്ന സംഭവങ്ങളൊക്കെ തന്നെയാണത്. മോസ്ലിയുടെ ഇതെന്ന് പറയുന്നത് അറ്റോമിക് നമ്പറിനെ ബേസ് ചെയ്തിട്ടാണ് അദ്ദേഹം ചെയ്തിട്ടുള്ളത് അല്ലേ. അപ്പോൾ ഈ 2 ഓപ്ഷൻസ് നമുക്ക് വെട്ടിക്കളയാം. മെൻലീവ് ചെയ്തിട്ടുള്ളത് അറ്റോമിക് മാസിനെ ബേസ് ചെയ്തിട്ടാണ്. അപ്പോൾ 2A ആണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്. പിന്നെ ന്യൂലാൻഡിൻ്റെ എന്താണ് വരുന്നത്, അഷ്ടക നിയമം അല്ലെ. ന്യൂലാൻഡ്സിൻ്റെ ഒക്ടീവ്സ്, ലോ ഓഫ് ഒക്ടീവ്സ് ആണ്. പിന്നെ ഡോബ്രൈനറിൻ്റെ ട്രയാഡ്സ്
അല്ലേ? അപ്പോൾ ആൻസർ ഇതാണ്. അപ്പോൾ സയൻസിൻ്റെ മേഖല എസ്പെഷ്യലി ഫിസിക്സും കെമിസ്ട്രി മൂന്ന് മാർക്ക് വെച്ചിട്ടാണ് ഇതിൻ്റെ കാര്യങ്ങൾ ചോദ്യങ്ങളിലൂടെ നിങ്ങളൊന്ന് ജസ്റ്റ് പോവുക. പിന്നെ ആ പറയുന്ന ഏരിയാസ് എന്ത് ചെയ്യുക, പഠിക്കാൻ നോക്കുക കേട്ടോ. അതായിരിക്കും കുറച്ചും കൂടെ എളുപ്പം. പറയുന്നത് ഇപ്പോൾ പ്രകാശമാണെങ്കിൽ പ്രകാശത്തിൻ്റെ സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കുക. ഓരോ പ്രതിഭാസം അതിൻ്റെ ഡെയിലി ലൈഫിൽ കാണുന്ന ആപ്ലിക്കേഷൻസ് അങ്ങനെ മനസ്സിലാക്കുക. ചലനമാണെങ്കിൽ ചലനം റിലേറ്റഡ് ആയിട്ടുള്ളത് നോക്കുക. ഓക്കെ, അതായിരിക്കും കുറച്ചും കൂടെ എളുപ്പം. കാരണം ഇത് നമുക്ക് ടോട്ടലി ഫിസിക്സ് ചെയ്തെങ്കിൽ കെമിസ്ട്രിയും 6 മാർക്സ് തന്നെ. ഓക്കെ, അപ്പോൾ അത് നമുക്ക് അത്യാവശ്യം ചോദ്യങ്ങൾ നോക്കിയിട്ടാണെങ്കിലും ഒക്കെ ആൻസർ ചെയ്യാൻ പറ്റുന്നൊരു ഇതാണ്. ദെൻ നെക്സ്റ്റ്, ഏറ്റവും കാഠിന്യമുള്ള ലോഹം ഏത്? അപ്പോൾ ഇങ്ങനെയുള്ള ഫാക്ട്സും ചിലപ്പോൾ നമ്മളോട് ചോദിക്കാം കേട്ടോ. ഏറ്റവും കാഠിന്യമുള്ളത്, കാഠിന്യം കുറഞ്ഞത്, അങ്ങനെയുള്ള കാര്യങ്ങൾ, ഏറ്റവും കൂടുതൽ പ്രപഞ്ചത്തിൽ കാണുന്നത്, അങ്ങനത്തെ ബേസിക് ഫാക്ട്സും കൂടെ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചു. അപ്പോൾ അങ്ങനത്തെയും ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഏറ്റവും കാഠിന്യമുള്ള ലോഹം എന്ന് പറയുന്നത് ക്രോമിയമാണ്. ഏറ്റവും ദ മോസ്റ്റ് ഹാർഡസ്റ്റ് മെറ്റൽ എന്ന് പറയുന്നത് ഏതാണ്? ക്രോമിയമാണ്. അപ്പോൾ ഈ പറയുന്ന ഹാർഡസ്റ്റ് മെറ്റൽ ക്രോമിയം ആണെങ്കിൽ സോഫ്റ്റസ്റ്റ് മെറ്റൽ ഏതാണ്? സോഫ്റ്റസ്റ്റ് മെറ്റൽ എന്ന് പറയുന്നത് സീഷ്യമാണ് കേട്ടോ. അപ്പോൾ ഈ നമ്മൾ സ്വതവേ പറയുന്ന ലിഥിയം, അതുപോലെ തന്നെ എന്താണ് സോഡിയം, പൊട്ടാസ്യം എന്നൊക്കെ പറയുന്നത്, അതൊക്കെ ഗ്രൂപ്പ് 1 പെടുന്നതാണ്, ആൽക്കലി മെറ്റൽസ് അല്ല. അതൊക്കെ അതിൻ്റെ സോഫ്റ്റ്നെസ്സിൽ വളരെയധികം ഇതുള്ളതാണെങ്കിൽ പോലും സോഫ്റ്റസ്റ്റ് മെറ്റൽ ഇൻ ദ വേൾഡ് എന്ന് പറയുന്നത് സീഷ്യമാണ് കേട്ടോ. സീഷ്യമാണ്, ഒന്ന് ഓർത്ത് വെച്ചിരിക്കുക. നെക്സ്റ്റ്, താഴെ നൽകിയിരിക്കുന്ന ഗ്രാഫുകളിൽ ഏതാണ് ബോയിൽ നിയമം അനുസരിക്കാത്തത്? ബോയിൽ നിയമം നമുക്കറിയാവുന്ന എന്താണ്? കോൺസ്റ്റന്റ് ടെമ്പറേച്ചറിൽ പ്രഷർ വോളിയവും ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ് അല്ലേ? പി ഇസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു വി, ഹെൻസ് പി വി ഇസ് ഈക്വൽ ടു എ കോൺസ്റ്റന്റ് എന്നുള്ളതാണ് നമുക്കറിയാവുന്നത് അല്ലേ? അങ്ങനെയാണെങ്കിൽ നമ്മൾ പഠിച്ചിട്ടുള്ള ഗ്രാഫുകളിൽ വെച്ചിട്ട് ഇതിൽ എന്താണ് അനുസരിക്കാത്തത്, തെറ്റായിട്ടുള്ളതാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്, അത് ഇതാണ് അല്ലേ? കാരണം ഇതെന്ന് പറയുന്നത് നോക്കി, ഈ ഒരു ഗ്രാഫ് നോക്കിക്കഴിഞ്ഞാൽ പിയും വിയും എക്സിലും വൈയിലും ആക്സിസിൽ, ഇപ്പോൾ എക്സ് ആക്സിസിലെ വിയും വൈ ആക്സിസിൽ പിയും കൊടുത്തിട്ടുണ്ട്. വി അല്ലെങ്കിൽ പി കൂടുന്നതിനനുസരിച്ച് വി കൂടുന്നതായിട്ടാണ് ഈ ഒരു ഗ്രാഫിൽ പറയുന്നത് അല്ലേ? അത് തെറ്റാണ് അല്ലേ? നമ്മൾക്ക് പക്ഷേ ആൻസർ എന്ന് പറയുന്നത് ഡി ആണ്. അപ്പോൾ ഇത് തെറ്റായതുകൊണ്ട് ഇതാണ് നമ്മുടെ ഉത്തരം. ബാക്കിയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ പി വി അഗൻസ്റ്റ്, ഇപ്പോൾ പി അഗൻസ്റ്റ് പി വി കൊടുത്തിട്ടുള്ളത്, അത് നോക്കി പി കൂടുന്നതിനനുസരിച്ച് പി വി ഒരു കോൺസ്റ്റന്റ് ആയിരിക്കുന്നു. അതുപോലെ തന്നെ ഇത് ഇൻവേഴ്സ് റിലേഷൻ, പിയും വിയും ഇൻവേഴ്സ് റിലേഷൻ ആയിട്ട് കാണിക്കുന്ന ഒരു ഗ്രാഫാണിത്. അതുപോലെ തന്നെ പിയും 1/v ആണെങ്കിൽ നമുക്ക് ഈ ഒരു എന്താണ് സ്ലോപ്പോട് കൂടിയ സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഗ്രാഫുകളും ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് ചാൾസ് ലോ ആണെങ്കിലും അവഗാഡ്രോ ലോ ആണെങ്കിലും ഗേ-ലൂസാക്ക് ലോ ആണെങ്കിലും ഒക്കെ അതിനോട് റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് നോക്കാം കേട്ടോ. നെക്സ്റ്റ്, താഴെ നൽകിയിരിക്കുന്നതിൽ എസ് കെ പൊറ്റക്കാടിൻ്റെ രചനകൾ മാത്രം ഉൾപ്പെട്ടത് ഏത്? വിഷകന്യക, ചന്ദ്രകാന്തം, ബാലിദ്വീപ്, എൻ്റെ വഴിയമ്പലങ്ങൾ. ഇതാണ് എസ് കെ പൊറ്റക്കാടിൻ്റെ രചനകൾ എന്ന് പറയുന്നത്. അപ്പോൾ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചിട്ട്, ആക്ച്വലി ആർട്ട് സ്പോർട്സ് ലിറ്ററേച്ചർ എന്ന് പറയുന്ന ഭാഗത്ത് നിന്നാണ്. നമുക്കൊരിക്കലും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല ഇന്നത് വരും എന്നുള്ളത് കേട്ടോ. അത് ടഫായിട്ടൊരു മേഖലയാണ് ആർട്ട് സ്പോർട്സ് ലിറ്ററേച്ചർ എന്ന് പറയുന്നത്. സോ അറിയുന്നതാണെങ്കിൽ ആൻസർ ചെയ്യുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് അങ്ങനെയാണ് തോന്നിയേക്കുന്നത്. കുറേയധികം നോക്കിയിട്ടുണ്ട്, അതിൽ നമ്മൾ പ്രതീക്ഷിക്കാത്തതാണ് പലപ്പോഴും വരുന്നത്. പിന്നെ അത് ഓർമ്മയിൽ നിൽക്കണം എന്നില്ല. അപ്പോൾ വിഷകന്യക, ചന്ദ്രകാന്തം, ബാലിദ്വീപ്, എൻ്റെ വഴിയമ്പലങ്ങൾ. അപ്പോൾ ഇതിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യുക? എസ് കെ പൊറ്റക്കാടിനെ കുറിച്ചൊന്ന് നോക്കുക. ഈ ഒരു ചോദ്യം കിട്ടുമ്പോൾ അദ്ദേഹത്തിന് ജ്ഞാനപീഠം കിട്ടിയ വർഷം, അദ്ദേഹത്തിൻ്റെ ആത്മകഥ, അതുപോലെ അദ്ദേഹത്തിൻ്റെ രചനകൾ, അങ്ങനെ നോക്കുന്നതായിരിക്കും എളുപ്പം. നെക്സ്റ്റ്, ഋഷ്യശൃംഖനും അലക്സാണ്ടറും എന്ന നാടകം രചിച്ചത്? ഋഷ്യശൃംഖനും അലക്സാണ്ടറും എന്ന നാടകം രചിച്ചത് വൈലോപ്പിള്ളി ശ്രീധരമേനോനാണ്. ഓക്കെ, അപ്പോൾ അതെ, വൈലോപ്പിള്ളി ശ്രീധരമേനോൻ്റെ രചനകൾ, മറ്റു കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കുന്നതായിരിക്കും എളുപ്പം. നെക്സ്റ്റ്, ടോക്കിയോ ഒളിമ്പിക്സിൽ നീരജ് ചോപ്ര ജാവലിൻ ത്രോ മത്സരത്തിൽ സുവർണ്ണ നേട്ടം കൈവരിക്കുവാൻ താണ്ടിയ ദൂരം 87.58 മീറ്ററാണ്. അപ്പോൾ ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് നടന്ന ഒരു ഇതിലൊക്കെ അദ്ദേഹം ഒരു 90-ന് അടുത്ത് വരെ എത്തിയിട്ടുണ്ടായിരുന്നു. ഇദ്ദേഹത്തിന് സ്വർണ്ണ മെഡൽ നേടിക്കൊടുത്ത ആ ഒരു ദൂരം നോക്കുക. അതുപോലെ തന്നെ ഒളിമ്പിക്സിൽ അദ്ദേഹത്തിന് കിട്ടിയതും കൂടെ നോക്കുക. അപ്പോൾ ഫസ്റ്റ് കിട്ടിയ ആളുടെയും സെക്കൻഡ് കിട്ടിയ ആളുടെയും ഒക്കെ ആ ഒരു ടൈമിൽ വന്ന പരീക്ഷകളിലൊക്കെ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ വീണ്ടും ചോദിച്ചുകൂടായില്ല, ജസ്റ്റ് ഒന്ന് നോക്കുക. നീരജ് ചോപ്രയെ കുറിച്ചൊന്ന് മനസ്സിലാക്കുക ഈ ഒരു ചോദ്യം നമ്മൾ കാണുമ്പോൾ. ഓക്കെ, നെക്സ്റ്റ് ചോദ്യം, ഗബ്രിയേൽ ഗാർസിയ മാർക്വസിൻ്റെ മരണാനന്തരം പ്രസിദ്ധീകരിച്ച അദ്ദേഹത്തിൻ്റെ നോവൽ എന്ന് പറയുന്നത് അൺടിൽ ഓഗസ്റ്റ് എന്നുള്ളതാണ്. അൺടിൽ ഓഗസ്റ്റ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ രചനകളൊക്കെ ഒന്ന് നോക്കുക കേട്ടോ. കാരണം നമുക്ക് ഏതൊരു ക്ലാസ്സിൽ പഠിക്കാനുണ്ടല്ലോ ഈ സംഭവം, ഗബ്രിയേൽ ഗാർസിയ മാർക്വസിൻ്റെ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ രചനകളൊന്ന് നോക്കുക. നെക്സ്റ്റ്, അന്താരാഷ്ട്ര ഫീച്ചർ സിനിമ വിഭാഗത്തിൽ 2024 ഓസ്കാർ പുരസ്കാരം ലഭിച്ച സിനിമ ഓൺ ദി സോൺ ഓഫ് ഇൻട്രസ്റ്റ്. അപ്പോൾ നിങ്ങൾ ഈ ചോദ്യം ഒന്ന് ശ്രദ്ധിക്കണം. അന്താരാഷ്ട്ര ഫീച്ചർ സിനിമ, അതായത് ബെസ്റ്റ് ഇൻ്റർനാഷണൽ ഫീച്ചർ ഫിലിമാണ് എന്ത്? ദി സോൺ ഓഫ് ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇതിൽ ബെസ്റ്റ് പിക്ചർ അല്ലെങ്കിൽ ബെസ്റ്റ് ഫിലിം എന്ന് പറയുന്നത് ഏതായിരുന്നു? ഓപ്പൺഹൈമർ ആയിരുന്നു, ക്രിസ്റ്റഫർ നോളൻ്റെ അല്ലേ? ഇത് നിങ്ങൾക്ക് അറിയാമായിരിക്കും. ദെൻ, നന്മകൾ കേട്ടത് കണ്ടത് ചൊല്ലാൻ നാക്കിന് കഴിയട്ടെ, തിന്മകൾ കണ്ടാൽ കൊത്തിക്കീറാൻ കൊക്കിന് കഴിയട്ടെ. ഈ വരികൾ രചിച്ച കവി ആര്? അയ്യപ്പ പണിക്കരുടെ വരികളാണ് കേട്ടോ അത്. അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ചേക്കുക. നെക്സ്റ്റ്, രചയിതാക്കളെയും രചനകളെയും ചേരുംപടി ചേർക്കുക. അപ്പോൾ ഈ ഒരു കണ്ടതിൽ നിന്ന് നിങ്ങൾ ഈ രചനകളും ഒന്ന് നോക്കി വെച്ചേക്കുക കേട്ടോ. നമുക്ക് ആൻസർ എന്ന് പറയുന്നത് എ ആണ്. രാമപുരത്ത് വാര്യരുടെ എന്ന് പറയുന്നത് കുചേലവൃത്തമാണ്. കുഞ്ചൻ നമ്പ്യാരുടെ ഘോഷയാത്ര, സുഭാഷ് ചന്ദ്രൻ്റെ പറുദീസ നഷ്ടം, കാളിദാസൻ്റെ ഋതുസംഹാരം. ഓക്കെ,
നെക്സ്റ്റ് കമ്പ്യൂട്ടറുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഇത് ആക്ച്വലി നമുക്ക് ടെക്സ്റ്റിലുണ്ട്. +1 ഹ്യൂമാനിറ്റീസിൽ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞിട്ട് ഒരു സംഭവമുണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾ സമഗ്ര വെബ്സൈറ്റിൽ നോക്കുകയാണെങ്കിൽ ഇത് കിട്ടും. അതിൽ നിന്നാണ് ഈ കമ്പ്യൂട്ടർ ബേസ്ഡ് ആയിട്ടുള്ള ചോദ്യങ്ങൾ വരുന്നത്. പക്ഷേ വളരെയധികം ഈ കീസ് വെച്ചിട്ടും അതുപോലെ പ്രോഗ്രാമിംഗ് സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ വളരെ എക്സ്ട്രീംലി ടഫാണ്. ഇപ്പോൾ ഈ കഴിഞ്ഞ ലാബ് അസിസ്റ്റൻറ്റ് എക്സാമിനാണെങ്കിലും മോയ്ക്കാണെങ്കിലും അങ്ങനത്തെ ചില ചോദ്യങ്ങളും ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ എക്സ്ട്രീംലി ടഫ് എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. അതിനെക്കുറിച്ച് അറിയാത്ത ഒരാൾ അത് ആൻസർ ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. ഇനി കമ്പ്യൂട്ടറിനെ കുറിച്ച് പഠിച്ചിട്ട് കമ്പ്യൂട്ടർ വിഷയമായിട്ട് ഡിഗ്രിക്കോ അങ്ങനെയൊക്കെ വല്ലതും പഠിച്ചിട്ടുള്ളവർക്ക് മേ ബി അത് എളുപ്പമാകും. അല്ലാതെ ബേസിക് ആയിട്ട് പഠിച്ചു പോകുന്ന നെറ്റ്വർക്ക്, ഇൻ്റർനെറ്റ് അതിനെ സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നതാണ്. ഓക്കെ, അപ്പോൾ ഹബിനെ കുറിച്ച് നമുക്ക് ഒന്ന് ജസ്റ്റ് നോക്കാം. ഞാൻ ആ ഒരു ചാപ്റ്റർ കാണിച്ചു തരാം. അപ്പോൾ ഇവിടെ ആ ഒരു ചാപ്റ്ററിൽ നിന്ന് തന്നെയാണ് 2 ചോദ്യങ്ങൾ വന്നിട്ടുള്ളത്. ഒന്ന് ഹബിനെ സംബന്ധിച്ചിട്ടുള്ളതും ഹബ്ബുണ്ട്, അതുപോലെ തന്നെ ഇവിടെ ഒരു വയർലെസ് റൂട്ടറിൻ്റെ പരിധി വിപുലീകരിക്കാൻ താഴെ പറയുന്ന ഏത് ഉപകരണമാണ് ഉപയോഗിക്കുക. അപ്പോൾ ഇത് രണ്ടും ആ ഒരു ചാപ്റ്ററിൽ നിന്നാണ് ഉള്ളത്. ഞാനത് ജസ്റ്റ് കാണിച്ചു തരാം. 8ാമത്തെ ചാപ്റ്ററിൽ ഹബ്ബ്, റിപ്പീറ്റർ അതിനെ സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇതിൽ ബേസിക് ആയിട്ട് ഡാറ്റ കമ്മ്യൂണിക്കേഷൻ ഡിവൈസസ് എന്ന് പറഞ്ഞിട്ട് കുറച്ച് പറയുന്നുണ്ട്. ആക്ച്വലി ഈ ചാപ്റ്ററിൽ പറയുന്ന എല്ലാ കാര്യങ്ങളും അത്യാവശ്യം വേണ്ടത് തന്നെയാണ്. നമ്മൾ IT എന്ന് പറയുന്ന സംഭവം പഠിക്കുന്ന സമയത്ത് ഇതൊക്കെ ആവശ്യമായിട്ട് വരും, ചോദ്യമായിട്ട് വരും. അപ്പോൾ ഇതിൽ ആദ്യം നെറ്റ്വർക്ക് ഇൻ്റർഫേസ് കാർഡ് എന്താണ്, അതുപോലെ തന്നെ ഹബ്ബ്, പിന്നെ റൂട്ടർ, ഇതൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഈ ഹബ്ബ് എന്ന് പറയുന്ന സംഭവം ഒന്ന് നോക്കുക. അത് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഒരു വയേർഡ് ശൃംഖലയിൽ ഉൾപ്പെട്ടിരിക്കുന്ന കമ്പ്യൂട്ടറുകളെയും ഉപകരണങ്ങളെയും പരസ്പരം ബന്ധിപ്പിക്കുവാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് ഹബ്ബ്. അല്ലേ? ചെറുതും ലളിതവും നിഷ്ക്രിയവും വില കുറഞ്ഞതുമാണ് ഹബ്ബ് എന്ന് പറയുന്ന കമ്പ്യൂട്ടറുകളെ ഹബ്ബിലെ പോർട്ട് വഴി ഈതർനെറ്റ് കേബിൾ ഉപയോഗിച്ച് ബന്ധിപ്പിക്കുന്നു. ഹബ്ബിലേക്ക് വരുന്ന വിവരങ്ങളുടെ പ്രസ്തുത ശൃംഖലയിൽ ഉൾപ്പെട്ടിരിക്കുന്ന എല്ലാ കമ്പ്യൂട്ടറുകളിലേക്കും കൈമാറുകയാണ് ഹബ്ബ് ചെയ്യുന്നത്. ഓരോ കമ്പ്യൂട്ടറിനും അവരവരുടെ ഡാറ്റ പാക്കറ്റുകൾ തിരിച്ചറിയുവാനുള്ള ബാധ്യതയുണ്ട്. ഒരു കമ്പ്യൂട്ടറിനെ ഉദ്ദേശിച്ച് അയച്ച പാക്കറ്റുകൾ അവ തന്നെ സ്വീകരിക്കേണ്ടതും മറ്റ് കമ്പ്യൂട്ടറുകൾ അത് തിരസ്കരിക്കേണ്ടതുമാണ്. കമ്പ്യൂട്ടർ ശൃംഖലയിലെ എല്ലാ ഉപകരണങ്ങളിലേക്കും എല്ലാ ഡാറ്റയും അയക്കുന്നതിനാൽ ശൃംഖല തിരക്കേറിയതായി തീരുകയും ഡാറ്റ കൈമാറ്റം എന്ന് പറയുന്നത് ആ ഒരു ഡാറ്റ കൈമാറാനുള്ള ബാൻഡ് കുറയുകയും ചെയ്യുന്നു എന്നതാണ് ഹബ്ബിൻ്റെ ഒരു പോരായ്മ. ഓക്കെ, അപ്പോൾ ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒബ്വിയസ്ലി ഇത് എന്തിനു വേണ്ടിയിട്ടാണ് അത് ഇതിൽ പറയുന്നുണ്ട്. ഒരു വയേർഡ് ശൃംഖലയിൽ, ഒരു വയേർഡ് നെറ്റ്വർക്കിൽ ഉൾപ്പെട്ടിരിക്കുന്ന കമ്പ്യൂട്ടറുകളെ പരസ്പരം ബന്ധിപ്പിക്കുക എന്നുള്ളത് തന്നെയാണ് ഇതിൻ്റെ ധർമ്മം എന്ന് പറയുന്നത്. ഓക്കെ, ഇനി കമ്പ്യൂട്ടറുകളെ ഹബ്ബിലെ പോർട്ട് വഴി ഈതർനെറ്റ് കേബിൾ ഉപയോഗിച്ചിട്ടാണ് ഇത് ബന്ധിപ്പിക്കുന്നത്. ഓക്കെ, ഇനി ഹബ്ബിലേക്ക് വരുന്ന ഇൻഫർമേഷനെ എന്താ ചെയ്യുന്നത്? അതിൻ്റെ പകർപ്പുകൾ പ്രസ്തുത ശൃംഖലയിൽ ഉൾപ്പെട്ടിരിക്കുന്നത്, അതായത് ഇതിനോട് കണക്ട് ചെയ്തിരിക്കുന്ന കമ്പ്യൂട്ടറിലേക്ക് കൈമാറുക എന്നുള്ളതാണ് ഹബ്ബ് ചെയ്യുന്ന പരിപാടി. പക്ഷേ ഇത് ഏത് കമ്പ്യൂട്ടറിനാണ് ആവശ്യം എന്നുള്ളത് അനുസരിച്ചിരിക്കുമല്ലോ. ഇപ്പോൾ ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ കമ്പ്യൂട്ടറിന് മതി ഇപ്പോൾ ഈ കിട്ടുന്ന ഇൻഫർമേഷൻ എങ്കിൽ ഇതെന്താണെന്നറിയോ ചെയ്യുക, ഈ ഹബ്ബ് ചെയ്യുന്നത് ആ ഹബ്ബ് അത് എല്ലാവരിലേക്കും എത്തിക്കും. വേണ്ട കമ്പ്യൂട്ടർ അത് അപ്പോൾ സ്വീകരിക്കുക എന്നുള്ളതാണ് ഹബ്ബ് ചെയ്യുന്ന പരിപാടി. ഓക്കെ, ഹബ്ബിൻ്റെ അവിടെ ഒരു ഇൻഫർമേഷൻ വന്നു, ഹബ്ബ് എന്ത് ചെയ്തു, അത് കണക്ട് ചെയ്തിരിക്കുന്ന കമ്പ്യൂട്ടറിലേക്ക് എത്തിച്ചു. വേണ്ട കമ്പ്യൂട്ടർ ഏതാണെന്ന് മനസ്സിലാക്കി കമ്പ്യൂട്ടർ സ്വയം തിരിച്ചെടുക്കുക എന്നുള്ളതാണ് വേണ്ടത്, അക്സെപ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, അതാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഒരു കമ്പ്യൂട്ടറിനെ ഉദ്ദേശിച്ച് അയച്ച പാക്കറ്റുകൾ അവ തന്നെ സ്വീകരിക്കേണ്ടതും മറ്റ് കമ്പ്യൂട്ടറുകൾ അത് തിരസ്കരിക്കേണ്ടതുമാണ്. അപ്പോൾ കമ്പ്യൂട്ടർ ശൃംഖലയിലെ എല്ലാ ഉപകരണങ്ങളിലേക്കും എല്ലാ ഡാറ്റയും ഇത് അയക്കുകയാണ്. അല്ലേ? അതായത് വേണ്ട കമ്പ്യൂട്ടറിന് മാത്രമല്ല എല്ലാത്തിലേക്കും, ഇതിനോട് കണക്ട് ചെയ്തിട്ടുള്ള എല്ലാത്തിലേക്കും അയക്കുകയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും കുറച്ച് മെസ്സാവും. അല്ലേ? അതായത് ഈ ശൃംഖല വളരെയധികം ഭയങ്കരമായിട്ടും എല്ലാം കൂടി ഇങ്ങനെ വരുമ്പോൾ ആ ഒരു ബുദ്ധിമുട്ടും അതുപോലെ തന്നെ ഇത് അയക്കാനുള്ള ആ ഒരു ബാൻഡ് വിഡ്ത്തിൻ്റെ പ്രശ്നവും ഇതിൻ്റെ ഒരു പോരായ്മയാണ്. സ്വിച്ച് എന്ന് പറയുന്നത് ഇതിനെ മറികടക്കുന്ന ഒരു സാധനമാണ്. ഇതുപോലെ തന്നെ ഹബ്ബ് പോലെ തന്നെ ഒരു വയേർഡ് നെറ്റ്വർക്കിൽ കുറേ കമ്പ്യൂട്ടറുകളെ പരസ്പരം ബന്ധിപ്പിച്ച് നിർത്തുന്നതാണ് സ്വിച്ച് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൽ ഹബ്ബിനേക്കാൾ ഉയർന്ന പ്രവർത്തനശേഷിയുള്ള ഉപകരണമാണ് സ്വിച്ച് എന്നുള്ളൊരു കാര്യം നിങ്ങൾ മനസ്സിലാക്കിയെടുക്കുക. ഓക്കെ, ഹബ്ബിനേക്കാളും കുറച്ചും കൂടെ ഇൻ്റലിജൻ്റ് ആണ് സ്വിച്ച് എന്ന് പറയുന്നത്. കാഴ്ചയിൽ ഇതിന് ഹബ്ബിനോട് സാമ്യമുണ്ട്. എന്നാൽ സ്വിച്ച് ഡാറ്റയ്ക്ക് എത്തിച്ചേരേണ്ട ലക്ഷ്യസ്ഥാനം കൃത്യമായി ഉറപ്പുവരുത്തുകയും ഡാറ്റ പാക്കറ്റുകൾ ഉദ്ദേശസ്ഥാനത്തേക്ക് മാത്രം അയക്കുകയും ചെയ്യുന്നു. അതാണ് സ്വിച്ചിൻ്റെ പ്രത്യേകത. സ്വിച്ച് തന്നെ എന്ത് ചെയ്യുന്നു, ഏതാൾക്കാണോ വേണ്ടത് അയാൾക്ക് മാത്രമായിട്ട് ഇത് കൊടുക്കുന്നു എന്നുള്ളതാണ്. ഓക്കെ, ശൃംഖലയിൽ ബന്ധിപ്പിച്ചിട്ടുള്ള എല്ലാ ഉപകരണങ്ങളുടെയും വിലാസം പട്ടികയായി സംഭരിച്ചു വെക്കുന്നതിനാലാണ് സ്വിച്ചിന് ഇങ്ങനെ പ്രവർത്തിക്കാൻ കഴിയുന്നത്. അപ്പോൾ എന്തുകൊണ്ട് സ്വിച്ചിന് അത് തിരിച്ചറിയാൻ പറ്റുന്നു? ഇപ്പോൾ ഇതാണ് സ്വിച്ച് എന്ന് വിചാരിക്കുക. അപ്പോൾ സ്വിച്ചിലേക്ക് കുറേ ഇങ്ങനെ ഇത് കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ തന്നെ, ഇപ്പോൾ കമ്പ്യൂട്ടർ ഇങ്ങനെ കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ഒരു ഇൻഫർമേഷൻ വന്നാൽ അത് ഈ കമ്പ്യൂട്ടറിലേക്കാണ് എന്നുള്ളത് സ്വിച്ചിന് കറക്റ്റ് ഐഡൻറ്റിഫൈ ചെയ്ത് അത് കൊണ്ട് എത്തിക്കാൻ പറ്റുന്നതിൻ്റെ കാരണം എന്താണ്? സ്വിച്ചിൽ ഈ പറയുന്ന ഇതിനോട് കണക്ട് ചെയ്തിട്ടുള്ളത് ഏതൊക്കെ ഉപകരണങ്ങളെയാണോ അതിൻ്റെയൊക്കെ വിലാസം പട്ടികയായിട്ട് സ്വിച്ചിൻ്റെ കയ്യിലുണ്ട്. അതുകൊണ്ടാണ് സ്വിച്ചിന് അത് ഐഡൻറ്റിഫൈ ചെയ്ത് കൊടുക്കാൻ സാധിക്കുന്നത്. ഓക്കെ, അപ്പോൾ ശൃംഖലയിലെ ഒരു ഉപകരണത്തിലേക്ക്
ഡാറ്റ അയക്കുവാൻ സ്വിച്ച് ഈ പാക്കറ്റിലെ വിലാസം മുൻകൂട്ടി ശേഖരിച്ച വിലാസങ്ങളുമായി താരതമ്യം ചെയ്യുന്നു. വിലാസം കണ്ടെത്തിയാൽ ലക്ഷ്യസ്ഥാനത്തുള്ള ഉപകരണത്തിലേക്ക് മാത്രം ഡാറ്റ അയക്കുന്നു. വളരെ തിരക്ക് കൂടിയ കമ്പ്യൂട്ടർ ശൃംഖലയിൽ ഹബിനേക്കാൾ നന്നായി സ്വിച്ച് പ്രവർത്തിക്കുന്നു. കാരണം വളരെ കുറഞ്ഞ അളവിൽ സന്ദേശങ്ങൾ അയക്കുന്നതിനാൽ ശൃംഖലയിൽ തിരക്കുണ്ടാകുന്നില്ല. അപ്പോൾ ഇത് ഹബിൻ്റെ ആ ഒരു പോരായ്മ പരിഹരിക്കാൻ വേണ്ടിയിട്ടാണ് സ്വിച്ച് വന്നത്. രണ്ടുപേരും ചെയ്യുന്നത് ഉപകരണങ്ങളെ കണക്ട് ചെയ്തിട്ട് വേണ്ട ഡാറ്റ പാക്കറ്റുകൾ സെൻഡ് ചെയ്യാന്നുള്ളതാണ്. പക്ഷേ എന്താണ് വ്യത്യാസം? സ്വിച്ചിന് അറിയാം ആർക്കാണ് ഇത് കൊടുക്കേണ്ടത്. സ്വിച്ച് ഇത് കൃത്യമായിട്ട് കൊടുക്കുന്നത്. ഇപ്പം നമ്മൾ ഇത്ര ആലോചിച്ചാൽ മതി. സ്വിച്ച് എന്ന് പറയുമ്പോൾ നമ്മളിപ്പം എന്താണ് ഇത്രയും ചിന്തിച്ചാൽ മതി. നമുക്കിപ്പോൾ ലൈറ്റ് നമ്മുടെ വീട്ടിലെ എന്തെങ്കിലും ഹാളിലെയോ അല്ലെങ്കിൽ റൂമിലെയോ ലൈറ്റ് കത്താൻ ഒരു സ്വിച്ച് ഉണ്ട്. ഓക്കെ, മാസ്റ്റർ സ്വിച്ച് വേറെ. മാസ്റ്റർ സ്വിച്ച് അല്ല ഞാൻ പറയുന്നത്, സാധാരണ നമ്മൾ ഒരു ലൈറ്റിന് വേണ്ടി കൊടുത്തിരിക്കുന്ന സ്വിച്ച്. ഇപ്പോൾ ഹാളിലൊക്കെ ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു ലൈറ്റ് ഇടാൻ ഒരു സ്വിച്ച്. അപ്പോൾ സ്വിച്ച് ഇട്ടാൽ ലൈറ്റിൻ്റെ അവിടുത്തെ സ്വിച്ചാണെന്ന് അതിനറിയാം. അപ്പോൾ ലൈറ്റ് കത്തും അല്ലേ? അതുപോലെയാണെന്ന് ചിന്തിച്ചാൽ മതി, മാറിപ്പോയില്ല. സ്വിച്ചിന് അത് എന്ത് ചെയ്യാൻ പറ്റുന്നു, ഐഡൻറ്റിഫൈ ചെയ്ത് കൊടുക്കാൻ സാധിക്കുന്നു എന്നുള്ളതാണ്. വേണ്ട കമ്പ്യൂട്ടർ അല്ലെങ്കിൽ വേണ്ട ഉപകരണം ഏതാണോ അതിനോട് കണക്ട് ചെയ്തിട്ടുള്ളത് അതിന് വേണ്ട ഡാറ്റ കൊടുക്കാൻ പറ്റുന്നു. ഓക്കെ, അപ്പോൾ ഇതിനോട് ബന്ധപ്പെട്ട് ഒരു കാര്യം കൂടെ പറയട്ടെ. ഇൻഫർമേഷൻ. ഇപ്പോൾ എല്ലാം നമ്മൾ ഇൻഫർമേഷൻ എന്നൊക്കെ പറയുന്നുണ്ടല്ലോ. ഇൻഫർമേഷൻസ് എന്ന് പറയുന്ന വാക്ക് തെറ്റാണ്. ഓക്കെ, ഇപ്പോൾ പലരും ഇപ്പോൾ നമ്മൾ സംസാരിക്കുമ്പോഴാണെങ്കിലും നമ്മൾ ഓരോ കാര്യങ്ങൾ ധാരാളം ഇൻഫർമേഷൻസ് കിട്ടി എന്നൊക്കെ പറയുന്നതൊക്കെ തെറ്റായിട്ടുള്ളതാണ്. ഇൻഫർമേഷൻ എന്ന് പറയുന്നതാണ് ശരിയായിട്ടുള്ള ഇംഗ്ലീഷ് വേർഡ് എന്ന് പറയുന്നത്. ആക്ച്വലി ഇറ്റ്സ് എൻ അൺകൗണ്ടബിൾ നൗൺ. ഓക്കെ, അൺകൗണ്ടബിൾ നൗൺ ആണ് അതെന്ന് പറയുന്നത്. അതായത് അതിന് പ്ലൂറൽ ഫോം ഇല്ല. ഓക്കെ, നമുക്ക് നമ്മളുടെ കോൺസെപ്റ്റിൽ കൗണ്ടബിൾ അൺകൗണ്ടബിൾ എന്ന് പറഞ്ഞാൽ എണ്ണാൻ പറ്റുന്നത് കൗണ്ടബിളും എണ്ണാൻ പറ്റാത്തത് അൺകൗണ്ടബിൾ എന്നുള്ളതാണല്ലോ. പക്ഷെ അതിനേക്കാൾ ഉപരി ഇംഗ്ലീഷിൽ നമ്മളത് കൺസിഡർ ചെയ്യുന്നത് അൺകൗണ്ടബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്ലൂറൽ ഫോം ഇല്ലാത്ത സംഭവങ്ങളെയാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇപ്പോൾ ഇൻഫർമേഷൻ എന്ന് പറയുന്നത് അങ്ങനത്തെ ഒരു അൺകൗണ്ടബിൾ നൗണാണ്. അതുപോലെ തന്നെ ഫർണിച്ചേഴ്സ് എന്ന് പറയുന്ന ഒരു വേർഡില്ല. ഫർണിച്ചർ, ബാഗേജ്, ലഗേജ്, അതിൻ്റെ കൂടെയൊക്കെ ES ചേർത്ത് ഒരിക്കലും പറയരുത്. ഓക്കെ, അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക കേട്ടോ. ദെൻ റിപ്പീറ്റർ എന്താ ചെയ്യുന്നത്? റിപ്പീറ്റ് ചെയ്യുന്ന പരിപാടിയാണ്. നമ്മൾ നേരത്തെ കണ്ടില്ലേ ആ ഒരു ചോദ്യം ഇതാണ്. നോക്കിയേ, വിനിമയ മാധ്യമത്തിലൂടെ വരുന്ന വൈദ്യുതകാന്തിക പ്രകാശ തരംഗങ്ങളെ ശക്തിപ്പെടുത്തുന്ന ഉപകരണമാണ് റിപ്പീറ്റർ. വയർഡ് മാധ്യമത്തിലൂടെയോ വയർലെസ്സിലൂടെയോ ഡാറ്റയ്ക്ക് പരിമിതമായ ദൂരത്തേക്ക് മാത്രമേ ശക്തി ക്ഷയിക്കാതെ സഞ്ചരിക്കുവാൻ കഴിയൂ. ഇതിന് കാരണം നോയ്സ് ആണ്. റിപ്പീറ്റർ ഇങ്ങനെ വരുന്ന തരംഗങ്ങളെ സ്വീകരിച്ച് ശക്തി കൂട്ടി ലക്ഷ്യസ്ഥാനത്തേക്ക് പുനഃസംപ്രേഷണം നടത്തുന്നു. അപ്പോൾ റിപ്പീറ്റർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇതും ഒരു ഡാറ്റ കമ്മ്യൂണിക്കേഷൻ ഡിവൈസിൽ വരുന്നതാണ്. അതായത് നോയ്സ് ഡിസ്റ്റർബൻസ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ പറയാറുണ്ടല്ലോ. അതായത് ഈ എന്തെങ്കിലും കമ്മ്യൂണിക്കേഷൻ നമ്മളിപ്പോൾ ഒരു ഇതിൽ നിന്ന് സെൻഡ് ചെയ്യുന്ന സംഭവങ്ങൾ റിസീവറിലേക്ക് എത്തുന്ന ആ ഒരു ഇതിൽ നോയ്സ് ഡിസ്റ്റർബൻസുകൾ വരാം. നമ്മൾ കേൾക്കുന്ന നോയ്സ് അല്ല ഉദ്ദേശിക്കുന്നത്, പല കാരണങ്ങൾ കൊണ്ടുണ്ടാവുന്ന നോയ്സുകൾ എന്ന് നമ്മൾ പറയാറുണ്ട്. അപ്പോൾ ഈ നോയ്സ് ഡിസ്റ്റർബൻസ് കാരണം അതിന് ആ ഒരു പ്രതീക്ഷിച്ച ഇതിൽ എന്ത് ചെയ്യാൻ പറ്റില്ല, സഞ്ചരിക്കാൻ കഴിയാതെ വരുമ്പോൾ എന്താണ്, ഇതിന് ലക്ഷ്യസ്ഥാനത്തേക്ക് കുറച്ചും കൂടെ ആ ഒരു ശക്തി കൂട്ടി, അതിൻ്റെ ആ ഒരു എന്താ പറയുക, അതിൻ്റെ ഒരു സ്ട്രെങ്ത് കൂട്ടി പുനഃസംപ്രേഷണം ചെയ്യുന്ന, റിപ്പീറ്റ് ചെയ്യുക എന്ന് പറയുന്ന പോലെ തന്നെ, ഓക്കെ, ആ വേർഡ് പോലെ തന്നെ അത് ചെയ്യുന്നതാണ് റിപ്പീറ്റർ. ഓക്കെ, അപ്പോൾ ഈ ഓരോ കമ്മ്യൂണിക്കേഷൻ ഡിവൈസും നിങ്ങൾ നിങ്ങളുടേതായ രീതിയിലൊന്ന് വരച്ച് വെച്ച് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കിത് ബൈ ഹാർട്ട് ആയിരിക്കും കേട്ടോ. നിങ്ങൾ ഇത് ഓൾറെഡി പഠിച്ചു വെച്ചവർക്ക് കുഴപ്പമില്ല, ജസ്റ്റ് ലീവ് ഇറ്റ്. അപ്പോൾ ബ്രിഡ്ജ് എന്ന് പറയുന്നത് ഒരു കമ്പ്യൂട്ടർ ശൃംഖലയെ പല വിഭാഗങ്ങളാക്കി വേർതിരിക്കുവാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് ബ്രിഡ്ജ്. അതായത് ഇതിനെ സെഗ്മെൻ്റ് ആക്കുക എന്ന് പറയില്ലേ നമ്മൾ, അതായത് സെഗ്മെൻറ്റൈസ് ചെയ്തിട്ട്. ഇപ്പോൾ ഇവിടെ ഇപ്പോൾ ഒരു ബ്രിഡ്ജ് വെച്ച് കഴിഞ്ഞാൽ നമുക്കിത് ഇവിടുത്തെ ഒരു സെറ്റ് ഓഫ് കമ്പ്യൂട്ടറിനെ ഇങ്ങനെ സെഗ്മെൻ്റ് ആക്കി വെക്കാൻ പറ്റുന്നതാണ്. ഇപ്പോൾ ഇതൊരു സെഗ്മെൻറ്റ്, ഇവിടെ വേറൊരു സെഗ്മെൻറ്റ്, അങ്ങനെ സെഗ്മെൻ്റ് ആക്കി ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമാണ് എന്തെന്ന് പറയുന്നത്, ബ്രിഡ്ജ് എന്ന് പറയുന്നത്. ഓക്കെ, അതാണ് ഇവിടെ നോട്ട് ചെയ്യേണ്ട ഒരു പോയിന്റ് എന്ന് പറയുന്നത്. നിലവിലുള്ള ശൃംഖലയെ പല വിഭാഗങ്ങളായി തരംതിരിക്കുകയും ഇവയെ ബ്രിഡ്ജ് ഉപയോഗിച്ച് ബന്ധിപ്പിക്കുകയും ചെയ്യുന്നു. ശൃംഖലയിലുള്ള ട്രാഫിക് കുറയ്ക്കുവാൻ ഇത് സഹായിക്കുന്നു. ഒരു ബ്രിഡ്ജിൽ ഡാറ്റ പാക്കറ്റുകൾ എത്തുമ്പോൾ അതിലെ മേൽവിലാസം പരിശോധിച്ചു ബ്രിഡ്ജിൻ്റെ ഏത് ഭാഗത്തെ ഇവ പ്രതിനിധാനം ചെയ്യുന്നു എന്ന് കണ്ടുപിടിക്കുന്നു. അപ്പോൾ ഒരു മേഖലയെ പ്രതിനിധാനം ചെയ്യുന്ന ഡാറ്റ പാക്കറ്റുകളെ മാത്രം ആ ഭാഗത്തേക്ക് ബ്രിഡ്ജ് കടത്തിവിടുന്നു, ബാക്കിയുള്ളവ ഒഴിവാക്കുന്നു. ബ്രിഡ്ജ് വഴി കടന്നു പോകുന്ന പാക്കറ്റുകൾ മറുഭാഗത്തുള്ള എല്ലാ നോഡുകളിലേക്കും പ്രക്ഷേപണം ചെയ്യുകയും ലക്ഷ്യത്തിലുള്ള നോഡുകൾ മാത്രം അവ സ്വീകരിക്കുകയും ചെയ്യുന്നു. അപ്പോൾ ബ്രിഡ്ജ് വഴി കടന്നു പോകുന്ന പാക്കറ്റുകൾ മറുഭാഗത്തെ എല്ലാ നോഡുകളിലേക്കും, ഇപ്പോൾ ഞാൻ വരച്ച പോലെ അത് ആ മറുഭാഗത്തെ എല്ലാ നോഡുകളിലേക്കും എത്തുകയും വേണ്ട നോഡ് മാത്രം അത് സ്വീകരിക്കുകയും ചെയ്യുന്നു. അതാണ് ബ്രിഡ്ജിൻ്റെ ധർമ്മം എന്ന് പറയുന്നത്. ഇവിടെ കൊടുത്തിട്ടുണ്ട് നെറ്റ്വർക്ക് ബ്രിഡ്ജ് എന്താണ് ചെയ്യുന്നതെന്ന്. ഇപ്പോൾ ഇവിടെ ഒരു ഡാറ്റ വന്നു. ഇപ്പോൾ ഈ ബ്രിഡ്ജ് ഇവിടെ 2 സെഗ്മെൻ്റ് ആയിട്ടുണ്ട്. ഇതിൽ ഇപ്പോൾ ഈ സെഗ്മെൻറ്റിന് കൊടുത്തു കഴിഞ്ഞാൽ ഇതിൽ വേണ്ട ആൾ മാത്രമാണ് അത് സ്വീകരിക്കുക. അപ്പോൾ ഇതിന് മൊത്തമായിട്ട് കൊടുക്കും, പക്ഷേ ഏത് നോഡിലേക്കാണോ വേണ്ടത് ആ നോഡ് മാത്രം സ്വീകരിക്കും. അങ്ങനെയാണ് ഇത് വരുന്നത് കേട്ടോ ബ്രിഡ്ജ്. അപ്പോൾ സെഗ്മെൻറ്റൈസ് ചെയ്യാനാണ് കമ്പ്യൂട്ടർ ശൃംഖല, ആ വേർതിരിച്ച് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണെന്നുള്ളതാണ് ഇവിടെ ബ്രിഡ്ജ് എന്ന് പറയുന്നതിൽ നമ്മൾ മനസ്സിലാക്കുക. ദെൻ നെക്സ്റ്റ് റൂട്ടർ എന്നുള്ളതാണ്. അപ്പോൾ റൂട്ടർ എന്ന് പറയുന്നത് സ്ഥിരം ചോദിക്കുന്നതാണ്. നോക്കി, ഒരേ വിഭാഗത്തിൽപ്പെട്ടതും ഒരേപോലുള്ള പെരുമാറ്റച്ചട്ടങ്ങൾ ഉള്ളതുമായ 2 ശൃംഖലകളെ ബന്ധിപ്പിക്കുന്ന ഉപകരണമാണ് റൂട്ടർ. അതാണ് പ്രത്യേകത. എന്താണ്? ഒരേ വിഭാഗത്തിൽപ്പെട്ടതും ഒരേ പ്രോട്ടോക്കോളിൽ ഫോളോ ചെയ്യുന്നതുമായിട്ടുള്ള 2
നെറ്റ്വർക്ക്സിനെ ബന്ധിപ്പിക്കാനാണ്. അപ്പോൾ സെയിം പ്രോട്ടോക്കോൾ ആയിരിക്കണം, സെയിം വിഭാഗത്തിൽപ്പെട്ടതായിരിക്കണം. ഓക്കെ, അതിനു വേണ്ടിയിട്ടാണ് റൂട്ടർ ഡാറ്റയ്ക്ക് സഞ്ചരിക്കുവാൻ ആവശ്യമായ ഉചിതമായ പാത കണ്ടെത്തുന്നതിനും അങ്ങനെ ശൃംഖലയിലെ ട്രാഫിക്കിന്റെ അളവ് കുറയ്ക്കുന്നതിനും ഇവയ്ക്ക് കഴിയുന്നു. ബ്രിഡ്ജിന്റെ പ്രവർത്തന രീതികളോട് ഇവയ്ക്ക് സാമ്യമുണ്ടെങ്കിലും അവയേക്കാൾ കഴിവ് എന്തിനുണ്ട്? റൂട്ടറിനുണ്ട്. റൂട്ടർ ഉപകരണത്തിന്റെ വിലാസവും ശൃംഖലയുടെ വിലാസവും പരിശോധിക്കുവാനുള്ള കഴിവുള്ളതോടൊപ്പം അൽഗോരിതം ഉപയോഗിച്ച് ഏറ്റവും ഉചിതമായ പാതയിലൂടെ പാക്കറ്റുകളെ ലക്ഷ്യസ്ഥാനത്ത് എത്തിക്കുവാനും സാധിക്കുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇവരൊരു പിക്ചർ കൊടുത്തിട്ടുണ്ട് റൂട്ടർ കാണിക്കാൻ വേണ്ടിയിട്ട്. നോക്കി, ഇവിടെ റൂട്ടർ എന്ന് പറയുന്ന സംഭവം ബന്ധിപ്പിച്ചിരിക്കുന്ന കാണിച്ചല്ലോ. രണ്ട് ഇത് ഇപ്പോൾ ഡിഫറെൻറ്റ് പല നെറ്റ്വർക്ക്സ്, പക്ഷേ അതായത് ഡിഫറെൻറ്റ് നെറ്റ്വർക്ക്സിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം? കണക്ട് ചെയ്യാൻ പറ്റണം. പക്ഷേ അവർ സെയിം പ്രോട്ടോക്കോൾ ഫോളോ അപ്പ് ചെയ്യുന്നതായിരിക്കണം. ഓക്കെ, സെയിം പ്രോട്ടോക്കോൾ ഫോളോ അപ്പ് ചെയ്യുന്നതിനെ കണക്ട് ചെയ്യാനാണ് എന്ത് ചെയ്യുക? റൂട്ടർ ഉപയോഗിക്കുക എന്നുള്ളതാണ് ശ്രദ്ധിക്കേണ്ടത്. എന്നാൽ ഗേറ്റ് വേ വരുമ്പോൾ ഒരു വ്യത്യാസം അവിടെ വരും. വിവിധ തരത്തിലുള്ള പ്രോട്ടോക്കോളും പ്രവർത്തിക്കുന്ന ശൃംഖലകളെ ബന്ധിപ്പിക്കാനാണ് ഗേറ്റ് വേ. അതായത് ഡിഫറെൻറ്റ് പ്രോട്ടോക്കോളിലുള്ള നെറ്റ്വർക്ക്സിനെ കണക്ട് ചെയ്യാൻ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഗേറ്റ് വേ ആണത്. ഓക്കെ, അപ്പോൾ അത് ഓർക്കാൻ എളുപ്പമാണ്. ഇപ്പോൾ നമ്മൾക്ക് നമ്മുടെ വീടിൻ്റെ അതിൽ ഗേറ്റ് ഉണ്ട്, ഗേറ്റിൻ്റെ ഇപ്പുറം നമ്മുടെ വീടാണ്, ഗേറ്റിൻ്റെ അപ്പുറം ചിലപ്പോൾ റോഡായിരിക്കും, അല്ലെങ്കിൽ പബ്ലിക് ആയിട്ടുള്ള എന്തെങ്കിലും സംഭവങ്ങളായിരിക്കും അല്ലേ. അപ്പോൾ ആ ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള സംഭവങ്ങളല്ലേ, ഒന്ന് നമ്മുടെ വീട്, ഒന്ന് മറ്റ് പുറത്ത് പബ്ലിക് എന്ന് പറയുന്നത്. അപ്പോൾ ആ ഡിഫറെൻ്റ് ആയിട്ടുള്ള പ്രോട്ടോക്കോൾ എന്ന് ഓർക്കാൻ വേണ്ടിയിട്ടുള്ള എളുപ്പത്തിനാണ് കേട്ടോ ഞാനങ്ങനെ പറഞ്ഞത്. അതാണ് ഗേറ്റ് വേ. ഗേറ്റ് വേയുടെ ഒരു പ്രത്യേകത അതാണ്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഡിസ്ക്രിപ്ഷനൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഡിഫറെൻറ്റ് പ്രോട്ടോക്കോൾ ആയിരിക്കും എന്നുള്ളത് കൃത്യമായിട്ട് ഓർക്കുക. നെക്സ്റ്റ് ഇവിടെ ഡാറ്റ ടെർമിനൽ എക്യുപ്മെൻറ്റ്സ് എന്ന് പറഞ്ഞിട്ടൊരു സംഭവമുണ്ട്. അപ്പോൾ ഇത് ഇങ്ങനെ നമ്മൾ കേട്ടിട്ടുണ്ടാവില്ല, ഇതിൻ്റെ എക്സാമ്പിളായിരിക്കും നമ്മൾ കേട്ടിട്ടുണ്ടാവുക. അപ്പോൾ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കുക, കമ്പ്യൂട്ടറിലേക്കും പുറത്തേക്കുമുള്ള ഡാറ്റയുടെ ഒഴുക്കിനെ നിയന്ത്രിക്കുന്ന ഉപകരണം, അതായത് ഡാറ്റ വരുന്നതും പോകുന്നതും അതിൻ്റെ ആ ഒരു ഫ്ലോനെ കൺട്രോൾ ചെയ്യുന്ന ഒരു ടൈപ്പ് ഓഫ് എക്യുപ്മെൻറ്റ്സ് ആണ് ഡാറ്റ ടെർമിനൽ എക്യുപ്മെൻറ്റ്സ് എന്ന് പറയുന്നത്. ഈ ഉപകരണങ്ങൾ ടെലികമ്മ്യൂണിക്കേഷൻ ലിങ്കുമായി സംപ്രേഷണ മാധ്യമത്തിന്റെ അഗ്രഭാഗത്ത് ബന്ധിപ്പിച്ചിരിക്കുന്നു. പൊതുവായി ഉപയോഗിക്കുന്ന DT ഉപകരണങ്ങൾ നമുക്കറിയാം, മോഡം, മൾട്ടിപ്ലക്സർ ഒക്കെ. അപ്പോൾ ഇതിൽ മോഡത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ടെലിഫോൺ ലൈൻ ഉപയോഗിച്ച് കമ്പ്യൂട്ടറുകൾ തമ്മിൽ വിനിമയം നടത്തുവാൻ സഹായിക്കുന്ന ഇലക്ട്രോണിക് ഉപകരണമാണ് എന്ത്? മോഡം എന്ന് പറയുന്നത്. അതിൻ്റെ ഫുൾ ഫോം ഒന്ന് നോക്കി വെച്ചേക്കുക കേട്ടോ. മോഡുലേറ്റർ, ഡീമോഡുലേറ്റർ എന്നതിൻ്റെ ചുരുക്കമാണ് മോഡം. മോഡുലേറ്റർ, ഡീമോഡുലേറ്റർ. ഓക്കെ, മോഡുലേറ്റർ, ഡീമോഡുലേറ്റർ ഇതാണ്. അപ്പോൾ കമ്പ്യൂട്ടറിൽ നിന്ന് സ്വീകരിക്കുന്ന ഡിജിറ്റൽ സിഗ്നലിനെ ടെലിഫോൺ ലൈനിലൂടെ കടന്നു പോകുവാനായി അനലോഗ് സിഗ്നലാക്കി മാറ്റുന്നു. ഓക്കെ, അതോടൊപ്പം ടെലിഫോൺ ലൈൻ വഴി വരുന്ന അനലോഗ് സിഗ്നലിനെ ഡിജിറ്റലായി പരിവർത്തനം ചെയ്ത് കമ്പ്യൂട്ടറിലേക്ക് നൽകുന്നു. അപ്പോൾ മോഡുലേഷനും ഡീമോഡുലേഷനാണ് ചെയ്യുന്നത്. ആ മോഡുലേഷൻ എന്താണ്? കമ്പ്യൂട്ടറിൽ നിന്ന് സ്വീകരിക്കുന്നത്, കമ്പ്യൂട്ടറിൻ്റെ ഡിജിറ്റൽ സിഗ്നൽസ് ആണല്ലോ, അതിനെ ടെലിഫോൺ ലൈനിലൂടെ കടന്നു പോകാനായിട്ട് അനലോഗ് ആക്കി മാറ്റുന്നത് മോഡുലേഷൻ എന്ന് പറയും. അതുപോലെ ടെലിഫോൺ ലൈൻ വഴി വരുന്ന അനലോഗ് സിഗ്നൽസിനെ ഡിജിറ്റൽ സിഗ്നൽസ് ആക്കി മാറ്റി തിരിച്ച് കമ്പ്യൂട്ടറിലേക്ക് കയറുമ്പോൾ ഡിജിറ്റൽ സിഗ്നൽ ആണല്ലോ, അതിനെ ഡീമോഡുലേഷൻ എന്ന് പറയും. ഓക്കെ, അപ്പോൾ ടെലിഫോൺ ലൈൻ വഴി വിവരങ്ങൾ അയക്കുകയും സ്വീകരിക്കുകയും ചെയ്യുന്നതിൻ്റെ വേഗതയെ അടിസ്ഥാനമാക്കിയാണ് മോഡത്തിൻ്റെ വേഗത നിർണ്ണയിക്കുന്നത്. മോഡത്തിൻ്റെ വേഗത അളക്കുന്നത് ബിറ്റ്സ് പെർ സെക്കൻഡിലാണ്. അപ്പോൾ ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ഒരു ചാപ്റ്റർ ഇതിൽ നിന്ന് റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കാം, അതുകൊണ്ടാണ് ഞാൻ ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു പോയത്. അപ്പോൾ ആർക്കെങ്കിലും ബുദ്ധിമുട്ടുള്ളവരുണ്ടെങ്കിൽ ഈ ഒരു പാഠവും കൂടെ ജസ്റ്റ് വായിച്ചു നോക്കുക കേട്ടോ. ദെൻ മൾട്ടിപ്ലക്സർ ഓർ ഡീമൾട്ടിപ്ലക്സർസും ഒരു ചിത്രം കാണിച്ചിട്ടുണ്ട്. ഇതാണ് മൾട്ടിപ്ലക്സർ ഡീമൾട്ടിപ്ലക്സർ ചെയ്യുന്ന പരിപാടി. അതായത് വിവിധ ഇതിൽ നിന്ന് വരുന്ന തരംഗങ്ങളുണ്ടല്ലോ, അതെന്ത് ചെയ്യും? ഈ മൾട്ടിപ്ലക്സറിൽ വിവിധ തരംഗങ്ങളെ അത് എടുക്കും. ഓക്കെ, അതിവിടെ പറയുന്നുണ്ട്, ജസ്റ്റ് കാണിച്ചു തരാം ഞാൻ. ഒന്നിലേറെ തരംഗങ്ങൾ മൾട്ടിപ്ലക്സറിലേക്ക് വരുന്നതിനെ ഒറ്റ തരംഗമാക്കി അതെന്ത് ചെയ്യും? സംയോജിപ്പിച്ച് അത് ചാനലുകൾ വഴി അയക്കും. അതാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്, ചാനൽ വഴി. ഇപ്പോൾ ഇവിടെ നിന്ന് വന്നതിനെയൊക്കെ ഈ മൾട്ടിപ്ലക്സർ ഇവിടെ നിന്ന് ഇതിങ്ങനെ അയച്ചു. അപ്പോൾ തിരിച്ച് ഡീമൾട്ടിപ്ലക്സർ എന്ത് ചെയ്യും? ഇതിനെ വെവ്വേറെ തരംഗങ്ങളാക്കി അതിൻ്റെ സംഭവ സ്ഥലത്തേക്ക് കൊണ്ടുപോകും, ലക്ഷ്യസ്ഥാനത്തേക്ക് എത്തിക്കും, വെവ്വേറെ തരംഗങ്ങളായിട്ട്. ഇത്രയേ ഉള്ളൂ മൾട്ടിപ്ലക്സറും ഡീമൾട്ടിപ്ലക്സറും. അപ്പോൾ ഇത്രയാണ് നമ്മുടെ നെറ്റ്വർക്ക് ഡിവൈസസ് എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ വേഗത്തിലാണ് ഇത് പറഞ്ഞു പോയിട്ടുള്ളത്, നിങ്ങൾക്ക് എത്രത്തോളം മനസ്സിലായെന്ന് എനിക്കറിയില്ല. നിങ്ങൾക്ക് അറിയാവുന്നവരാണെങ്കിൽ അതിനെക്കുറിച്ച് ബോധേഡാവേണ്ട ആവശ്യമില്ല. നിങ്ങളുടെ മനസ്സിലൊരു ഐഡിയ ഉണ്ടെങ്കിൽ, ഐഡിയ ഇല്ലാത്തവർ കൃത്യമായിട്ടൊരു ഐഡിയ ഇതിന് ഉണ്ടാക്കി വെച്ചിരിക്കാം. ഇതിലൊരു നെറ്റ്വർക്ക് ഇൻ്റർഫേസ് കാർഡ് കൂടിയുണ്ട്, അതിൽ നിന്ന് തുടങ്ങാം കേട്ടോ. ഈ പാഠം മൊത്തത്തിൽ നിങ്ങൾ വായിക്കുക. ഇപ്പോൾ ഈ പറഞ്ഞ ചോദ്യത്തിൻ്റെ സെക്ഷനായിട്ടുള്ള നെറ്റ്വർക്ക് ഡിവൈസസ് എന്നുള്ളത് ഒന്ന് നോക്കാം. അപ്പോൾ ഇവിടെ ചോദിച്ചിട്ടുള്ളത് എന്താണ്? ഒരു നെറ്റ്വർക്ക് ഹബിൻ്റെ കാര്യത്തിൽ ശരിയായ പ്രസ്താവന അല്ലെങ്കിൽ പ്രസ്താവനകൾ ഇത് ഒരു പ്രൈവറ്റ് നെറ്റ്വർക്കിലെ വിവിധ കമ്പ്യൂട്ടറുകളെ തമ്മിൽ ബന്ധിപ്പിക്കുവാൻ ഉപയോഗിക്കുന്നു. ശരിയാണ് അല്ലേ? നെക്സ്റ്റ്, ഡാറ്റ പാക്കറ്റുകൾ സ്വീകർത്താവിന് മാത്രം അയക്കുന്നു. ആണോ? അല്ല, നമ്മളിപ്പോൾ കണ്ടു ഹബ്ബ് ഒരിക്കലും അങ്ങനെയല്ല ചെയ്യുന്നത്, അത് എല്ലായിടത്തേക്ക് എത്തിക്കും, വേണ്ട ആൾ മാത്രം സ്വീകരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇത് തെറ്റാണ്. ദെൻ ഹബിന് അത് ചെയ്യുന്ന ആൾ ആരാ? സ്വിച്ചാണ്. ഹബിന് ഒരു ഇൻപുട്ട് പോർട്ടും ഒരു ഔട്ട്പുട്ട് പോർട്ടുമാണുള്ളത്. ആണോ? അല്ലല്ലോ, കാരണം ഹബിലേക്ക് കുറേയധികം സംഭവങ്ങളെ നമ്മൾ കണക്ട് ചെയ്യുന്നില്ലേ, ഇൻപുട്ട് ഇതാക്കിയിട്ട് നമ്മൾ ഔട്ട്പുട്ട് എന്ന് പറഞ്ഞാൽ കുറേ എണ്ണത്തിലേക്കല്ലേ, അപ്പോൾ അതൊരിക്കലും അല്ല. അപ്പോൾ ഒന്ന് മാത്രം എന്നുള്ളതാണ് ഇവിടെ ശരി. നെക്സ്റ്റ്, സ്പ്രെഡ്ഷീറ്റ് സോഫ്റ്റ്വെയറിൽ സങ്കീർണ്ണമായ കണക്കുകൂട്ടലുകൾ നടത്തുന്നതിനുള്ള ഒരു എളുപ്പമാർഗ്ഗം എന്ന് പറയുന്നത് ഫംഗ്ഷൻസ് ആണ്. അപ്പോൾ ഇതൊക്കെ അതിനെക്കുറിച്ച് അറിയുന്നവർക്ക് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ. ദെൻ ഒരു വയർലെസ് റൂട്ടറിൻ്റെ പരിധി വിപുലീകരിക്കാൻ താഴെ പറയുന്ന ഏത് ഉപകരണമാണ് ഉപയോഗിക്കുക? നമ്മൾ പറഞ്ഞല്ലോ, ആ ഒരു പരിധി, അതിൻ്റെ ശക്തി വർദ്ധിപ്പിക്കാൻ, റിപ്പീറ്റ് ചെയ്യിക്കാൻ ഏതാണ്? റിപ്പീറ്ററാണ്. ഓക്കെ, നമ്മളിപ്പോൾ കണ്ടുള്ളൂ, അതാണ് ഞാനിപ്പോൾ പറഞ്ഞത്. ദെൻ ഒരു പോയിന്റിംഗ് ഇൻപുട്ട് ഡിവൈസിന് ഉദാഹരണം ഏതാണ്? പോയിന്റിംഗ് ആണ് കേട്ടോ. കീബോർഡ്, മൗസ്, സ്കാനർ, OMR ഒക്കെ ഇൻപുട്ട് ഡിവൈസുകൾ തന്നെയാണ്. പക്ഷേ ഇതിൽ പോയിന്റിംഗ് എന്ന് പറഞ്ഞിരിക്കുന്നത് കൊണ്ട് അതാരാണ്? മൗസാണ്. നെക്സ്റ്റ്, ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന വെബ് ബ്രൗസർ ഏതാണ്? ഗൂഗിൾ ക്രോം ആണ്. നെക്സ്റ്റ്,
ആക്ച്വലി ഇത് എന്താണ് ആക്റ്റുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഇത് ഓരോ ആക്റ്റും ഓരോ നിങ്ങളിപ്പോൾ നമ്മൾ ടാർഗറ്റ് ചെയ്യുന്നുണ്ടല്ലോ ഓരോ വീക്ക്ലി പ്ലാൻ, അതിൽ ഓരോ ആക്ട് പഠിച്ചു പോകണം നല്ലത്. എല്ലാ ആക്ടിൻ്റെ ഒരുമിച്ച് ഒരു ദിവസം നോക്കിക്കഴിഞ്ഞാൽ കൺഫ്യൂഷൻ ആവും. അപ്പോൾ ജസ്റ്റ് ഇപ്പോൾ ചോദ്യത്തിൻ്റെ ഉത്തരം എന്നുള്ള രീതിയിൽ നമുക്ക് നോക്കാം. ഓക്കെ, പോക്സോ നിയമത്തിലെ ഏത് വകുപ്പാണ് കുട്ടിയെ അശ്ലീല ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്നതിനുള്ള ശിക്ഷയെക്കുറിച്ച് പ്രതിപാദിക്കുന്നത്? ഇത് പോണോഗ്രാഫിക് പർപ്പസസ് എന്ന് പറയും. ഓക്കെ, ഈ അശ്ലീല ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് കുട്ടിയെ ഉപയോഗിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശിക്ഷയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഇതെന്ന് പറയുന്നത് വിഭാഗം 12 ഓക്കെ, 3, 5, 7, 9 കുറ്റത്തെക്കുറിച്ചും 4, 8, 10, 12 അതിനെക്കുറിച്ചുള്ള ശിക്ഷകളെ ആണ് പറയുന്നത്. ഓക്കെ, ജസ്റ്റ് ഇവിടെ മെൻഷൻ ചെയ്തു എന്നുള്ളൂ. പക്ഷേ നിങ്ങൾ പഠിക്കും ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ ഓരോ ആക്ട് ഓരോ ഇതിൽ തന്നെ വെച്ച് പറയും. കാരണം ഇതിൽ പറയാൻ നിന്ന് കഴിഞ്ഞാൽ ഓരോ ആക്ടിനെ കുറിച്ചും കുറേയധികം പറയേണ്ടി വരും. അപ്പോൾ കുട്ടിയെ പോണോഗ്രാഫിക് പർപ്പസസിന് വേണ്ടി ഉപയോഗിച്ചാൽ അതിനുള്ള ശിക്ഷയെക്കുറിച്ചിട്ടാണ് സെക്ഷൻ 12 പറയുന്നത്. അപ്പോൾ 11 അതിൻ്റെ കുറ്റത്തെക്കുറിച്ച് പറയുന്നത്. അങ്ങനെ കണക്ട് ചെയ്ത് നമുക്ക് പഠിക്കാം. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഈ ആക്ട് എന്ന് പറയുന്ന സംഭവം ഇപ്പോൾ തന്നെ നമ്മളിപ്പോൾ ഓരോ ആക്ടിൻ്റെ ഈ ഒരു ക്വസ്റ്റൻ 5 ചോദ്യങ്ങൾ ഉണ്ടാവുമല്ലോ, അതിൻ്റെ റിലേറ്റഡ് ഫാക്ട്സ് ഞാൻ ഇപ്പോൾ ഈ ഒരു ഇതിൽ തന്നെ പറയാൻ നോക്കിക്കഴിഞ്ഞാൽ തീരില്ല. അപ്പോൾ ആക്ട് മാത്രം നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കുക, നമ്മൾ വീക്ക്ലി ഓരോ ആക്ട് വെച്ച് പഠിക്കുക. അത് കൃത്യമായിട്ട് പഠിക്കാൻ ശ്രമിക്കാം. അതിൽ നമുക്ക് ഒന്നും വിട്ടുകളയാൻ പാകത്തിനില്ല. അത് നമുക്ക് അത്യാവശ്യം ഈ ഒരു ബാക്കിയുള്ള റിമൈനിങ് ഡേയ്സ് കൊണ്ട് തന്നെ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും എന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ നമ്മൾ ഓൾറെഡി 2 വീക്കിൻ്റെ പറഞ്ഞല്ലോ, അതിൽ തന്നെ ഞാൻ ആക്ട് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് മനസ്സിലാവും. പക്ഷേ നമ്മൾ ഇതിനോടൊപ്പം ഈ ഒരു ചോദ്യ പേപ്പറിൻ്റെ സംഭവങ്ങൾ ചെയ്യുന്നത് കൊണ്ട് ഏതൊക്കെ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് ആ ഒരു മേഖലയിൽ നിന്ന് വരുന്നതെന്ന് നമുക്ക് മനസ്സിലാവുകയും ചെയ്യും. ഇനി ഇൻ കേസ് നമ്മൾ നോക്കുന്ന റെഫർ ചെയ്യുന്ന ബുക്കിൽ അങ്ങനത്തെ കാര്യങ്ങളില്ലെങ്കിൽ നിങ്ങൾ ഇതും കൂടെ സൈഡിലൊക്കെ ഒന്ന് നോട്ട് ചെയ്യുക. ഓക്കെ, നെക്സ്റ്റ്, ഉപഭോക്തൃ സംരക്ഷണ നിയമം 2019 പ്രകാരം സ്ഥാപിതമായ സെൻട്രൽ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ അതോറിറ്റിയുടെ പ്രാഥമിക പ്രവർത്തനം ഏതാണ്? ആക്ച്വലി 1986 ഉപഭോക്തൃ സംരക്ഷണ നിയമം വരുന്നത്. പക്ഷെ 2019 ഇതിൽ ഭേദഗതി വരുത്തി നിയമം വരുന്നത് 2020 ഒക്ടോബർ 20 ഓക്കെ, നിയമം വരുന്നത്. അപ്പോൾ ഈ പറയുന്ന CCPA അതിൻ്റെ മലയാളം കറക്റ്റായിട്ട് നോക്കിക്കോളൂ. സെൻട്രൽ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ അതോറിറ്റി എന്ന് നമ്മൾ പറയുന്നതിന് അത് ഇംഗ്ലീഷ് ആക്കി എഴുതിയേക്കണാണ്. കേന്ദ്ര കൺസ്യൂമർ, അതായത് ഉപഭോക്തൃ സംരക്ഷണ അതോറിറ്റി എന്നാണ് പറഞ്ഞിട്ടുള്ളത് അല്ലേ. അത് ആക്ച്വലി വരുന്നത് 2020 ഒക്ടോബർ 24 ഈ ഡേറ്റ് വെച്ചിട്ട് ചോദിച്ചിട്ടുണ്ട് കേട്ടോ അതിന് മുൻപ്. അപ്പോൾ ഈ CCPAയുടെ പ്രാഥമിക പ്രവർത്തനം എന്ന് പറയുന്നത് ഇപ്പോൾ ആൻസർ കീയിൽ കൊടുത്തിരിക്കുന്നത് D ആണ് ഓപ്ഷൻ. പരസ്യ നിലവാരം നിരീക്ഷിക്കുക എന്നാണ്. ആക്ച്വലി എന്തെങ്കിലും കൺസ്യൂമർ പ്രൊട്ടക്ഷനുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള അവരുടെ റൈറ്റ്സിനെ വയലൈറ്റ് ചെയ്യുന്ന രീതിയിലുള്ള എന്തെങ്കിലും കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ എന്നുള്ളതൊക്കെയാണ് നമ്മളിപ്പോൾ നോക്കുമ്പോൾ ശരിക്കുള്ള കൺസ്യൂമർ പ്രൊട്ടക്ഷൻ അതോറിറ്റിയുടെ എയിമിൽ വരുന്നത്. ഓക്കെ, അത് നോക്കുക, നിയന്ത്രിക്കുക. ഓക്കെ, എന്തെങ്കിലും എന്താ പറയുക വയലേഷൻ ഓഫ് കൺസ്യൂമർ പ്രൊട്ടക്ഷൻ റൈറ്റ്സ് ഉണ്ടോ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇതാക്കുക എന്നുള്ളതുണ്ട്. ഒപ്പം പരസ്യമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള മിസ്ലീഡിംഗ് ആയിട്ടുള്ള അഡ്വർടൈസ്മെൻറ്റ്സ് ഉണ്ടോ എന്നൊക്കെയുള്ള കാര്യങ്ങൾ അതൊക്കെ നിരീക്ഷിക്കുക എന്നുള്ളതും ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇവർ ആൻസർ കീയിൽ കൊടുത്തിട്ടുള്ളത് ഇതാണ്. പക്ഷേ നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് എയിംസ് ഒന്ന് നോക്കി വെച്ചേക്കൂട്ടോ. ദെൻ DV നിയമം അവർ ഉദ്ദേശിച്ചത് ഡൊമസ്റ്റിക് വയലൻസ് ആക്ട് ആണ്. പെട്ടെന്ന് നമ്മൾ വിചാരിക്കരുത് എന്താണ് സംഭവം. പിന്നീട് അവർ ഗാർഹിക പീഡനം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് മനസ്സിലാവും ഡൊമസ്റ്റിക് വയലൻസ് നിയമത്തിലെ ഏത് വകുപ്പാണ് ഗാർഹിക പീഡനത്തെ നിർവചിക്കുന്നത്. അത് വിഭാഗം 3 വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ ഗാർഹിക പീഡന നിരോധന നിയമം എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഡൊമസ്റ്റിക് വയലൻസ് എന്ന് പറയുന്നതുമായിട്ട് റിലേറ്റ് ചെയ്ത് ആർക്കാണ് പരാതി കൊടുക്കാൻ സാധിക്കുക, ആർക്കെതിരെയാണ് പരാതി കൊടുക്കാൻ സാധിക്കുക, എന്തൊക്കെയാണ് ഉത്തരവുകൾ പുറപ്പെടുവിക്കാൻ സാധിക്കുക എന്നൊക്കെയുള്ളത് നിങ്ങൾ കൃത്യമായിട്ട് പഠിച്ചു പോകണം. ദെൻ നെക്സ്റ്റ്, ഏത് നിയമപ്രകാരമാണ് NHRC നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ സ്ഥാപിച്ചത്? അപ്പോൾ നമുക്ക് ഓപ്ഷൻസ് നോക്കുമ്പോൾ CMDO അല്ല എന്ന് നമുക്കറിയാം. A ആണോ B ആണോ എന്നൊരു കൺഫ്യൂഷൻ വരാൻ സാധ്യത കൂടുതലാണ്. മനുഷ്യാവകാശ സംരക്ഷണ നിയമമാണോ അല്ല ദേശീയ മനുഷ്യാവകാശ നിയമമാണോ? ഓക്കെ, ദേശീയ മനുഷ്യാവകാശ നിയമം ആണെന്ന് ചിലപ്പോൾ നമുക്ക് തോന്നാം, പക്ഷെ അങ്ങനെയല്ല, മനുഷ്യാവകാശ സംരക്ഷണ നിയമം എന്നുള്ളതാണ്. ഓക്കെ, സെപ്റ്റംബർ 28 മുൻകാല പ്രാബല്യത്തോടു കൂടിയാണ് ആ നിയമം വരുന്നത്, നമുക്കറിയാം അല്ലേ. നെക്സ്റ്റ്, നിർദ്ദിഷ്ട സമയപരിധിക്കുള്ളിൽ ഒരു അപേക്ഷ സ്വീകരിക്കാൻ വിസമ്മതിച്ചതിന് അല്ലെങ്കിൽ വിവരങ്ങൾ നൽകാത്തതിന് ഒരു പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർക്ക് ഇൻഫർമേഷൻ കമ്മീഷന് ചുമത്താവുന്ന പരമാവധി ശിക്ഷ എന്താണ് എന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ ഇതിൻ്റെ ഉത്തരം നമുക്കറിയാം. നമ്മൾ ഇൻഫർമേഷൻ കമ്മീഷനുമായിട്ട് ബന്ധപ്പെട്ട് പഠിക്കുമ്പോൾ ഇങ്ങനെ ഓരോന്ന് വൈകി കൊടുക്കുന്നതിനെ സംബന്ധിച്ചും നമ്മൾ പറയുന്നുണ്ട്. പിഴയായിട്ട് 250 രൂപ, മാക്സിമം 25,000 എന്നുള്ളത്. അപ്പോൾ അത് തന്നെയാണ് ഉത്തരം കേട്ടോ. വിവരാവകാശ നിയമപ്രകാരം മുഖ്യ വിവരാവകാശ കമ്മീഷണർ, ഇൻഫർമേഷൻ കമ്മീഷണർമാർ എന്നിവരുടെ പരമാവധി കാലാവധി എത്രയാണ്? അപ്പോൾ മുൻപ് ഇത് 5 വർഷം എന്നുള്ളതായിരുന്നു. പക്ഷേ ഇപ്പോൾ ആക്ച്വലി നമ്മളോടൊരു ചോദ്യം ചോദിക്കുകയാണ്, ഇൻഫർമേഷൻ കമ്മീഷനുമായിട്ട് ബന്ധപ്പെട്ട കാലാവധി എത്രയാണ്, അല്ലെങ്കിൽ കാലാവധി തീരുമാനിക്കുന്നത് ആരാണെന്നുള്ളൊക്കെ അങ്ങനെ വല്ല ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ ആക്ച്വലി അത് കേന്ദ്ര ഗവൺമെൻറ്റാണ് തീരുമാനിക്കുക. പക്ഷേ അറ്റ് പ്രസന്റ് സെൻട്രൽ ഗവൺമെൻറ് അത് ഡിസൈഡ് ചെയ്ത് വെച്ചിരിക്കുന്നത് 3 years or 65 years ഓഫ് ഏജ് എന്നുള്ളതാണ്. അപ്പോൾ അത് നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം. ഓക്കെ,
സെൻട്രൽ ഗവൺമെൻറ്റിനാണ് ഫുള്ളി, അത് സെൻട്രൽ ഇൻഫർമേഷൻ കമ്മീഷൻ ആയിക്കോട്ടെ, സ്റ്റേറ്റ് ഇൻഫർമേഷൻ കമ്മീഷൻ ആയിക്കൊള്ളട്ടെ, ഇതിലത്തെ കമ്മീഷണേഴ്സിൻ്റെ, ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണേഴ്സിൻ്റെയും കമ്മീഷണർമാരുടെയും അവരുടെ കാലാവധി എന്ന് പറയുന്നത് തീരുമാനിക്കാനുള്ള റൈറ്റ്സ് സെൻട്രൽ ഗവൺമെൻറ്റാണ്. പക്ഷേ അറ്റ് പ്രസന്റ് അവർ ഡിസൈഡ് ചെയ്തിരിക്കുന്നത് ഇങ്ങനെയാണ്. ഇത് മാറ്റിയാൽ മാറുന്നതായിരിക്കും പിന്നീട്. ഓക്കെ, അങ്ങനെയാണ്. ദെൻ ഒരു പരാതിയുടെ അന്വേഷണ സമയത്ത് വിവരാവകാശ കമ്മീഷന് എന്ത് അധികാരമാണുള്ളത്? ഈ ഇതിൽ ഇപ്പോൾ ഓപ്ഷനിൽ കാണുന്നില്ല, നിങ്ങൾ നോക്കിക്കോ. ഫസ്റ്റത്തെ ഓപ്ഷൻ, വ്യക്തികളെ വിളിച്ചു വരുത്തി ഹാജരാകാൻ നിർബന്ധിക്കുകയും സത്യപ്രതിജ്ഞയിൽ വാക്കാലുള്ളതോ രേഖാമൂലമോ ആയ തെളിവുകൾ നൽകാൻ അവരെ നിർബന്ധിക്കുകയും ചെയ്യുക. ദെൻ ബി, രേഖകളുടെ കണ്ടെത്തലും പരിശോധനയും ആവശ്യമാണ്. ദെൻ ഏതെങ്കിലും കോടതിയിൽ നിന്നോ ഓഫീസിൽ നിന്നോ ഏതെങ്കിലും പൊതുരേഖയോ അതിൻ്റെ പകർപ്പുകളോ ആവശ്യപ്പെടുക. ഇതിൻ്റെ ഉത്തരം എല്ലാം എന്നുള്ളതാണ്, മുകളിൽ പറഞ്ഞവ എല്ലാം. അപ്പോൾ ഇതിൽ ഫസ്റ്റത്തെ ഈ ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണ് ലാബ് അസിസ്റ്റൻറ്റിന് ചോദിച്ചിട്ടുണ്ടായിരുന്നത്. അത് തന്നെയായിരുന്നു ആൻസർ. ഓക്കെ, ഇപ്പോൾ പലർക്കും അത് തെറ്റാൻ ചാൻസ് ഉണ്ട്. കാരണം നമ്മൾ അത്രയും പഠിച്ചതിൻ്റെ കൂട്ടത്തിൽ ചിലപ്പോൾ ഇത്രയും ആധികാരികമായിട്ട് ഈ മലയാളീകരിച്ച് ഇങ്ങനെ എഴുതുമ്പോൾ നമുക്ക് കൺഫ്യൂഷൻ വരാനുള്ള സാധ്യത കൂടുതലാണ്. ആക്ച്വലി ഇത് ഒരു സിവിൽ കോർട്ടിൻ്റെ ഈ അധികാരങ്ങൾ എന്ന് പറഞ്ഞിട്ട് നിങ്ങളിപ്പോൾ റാങ്ക് ഫയലൊക്കെ നോക്കുകയാണെങ്കിൽ അതിൽ ഇങ്ങനെ പറയുന്നുണ്ട് ഈ എന്താണ് അവരുടെ അധികാരങ്ങൾ എന്ന് പറഞ്ഞിട്ട്. അതിൽ ഈ കൃത്യം ഈ സ്റ്റേറ്റ്മെൻറ്റ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ നമ്മൾ നോക്കുമ്പോൾ നമുക്കുള്ളൊരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതേ സ്റ്റേറ്റ്മെൻ്റ് ഒക്കെ തന്നെയല്ലേ നമുക്ക് പിന്നീടും എക്സാമിന് വരുന്നത്. ഓക്കെ, തിരിച്ചും മറിച്ചും ഒക്കെ വരുന്നത്. അപ്പോൾ നമ്മളൊന്ന് നോട്ടീസ് ചെയ്യും, ഇങ്ങനത്തെ ചോദ്യം എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ എന്ന് നമുക്ക് മനസ്സിലാകും. ഓക്കെ, ഇത് നമുക്ക് ആക്ടിന് മാത്രമല്ല, നമ്മൾ ഇതിൽ മിക്കതും പഠിക്കുന്ന ഏരിയാസ് ഉണ്ടല്ലോ, അത് ആക്ച്വലി ഈ പറയുന്ന റെപ്പറ്റീഷനും കുറച്ചൊക്കെ വ്യത്യാസം വരുത്തിയിട്ടും ഒക്കെ തന്നെയാണ്. ഓക്കെ, ഇപ്പോൾ ചിലതൊക്കെ നമ്മളൊക്കെ എന്താണ് മറന്നു പോകുന്നതായിരിക്കും, അല്ലെങ്കിൽ കൃത്യമായിട്ട് നമ്മുടെ മനസ്സിൽ പതിഞ്ഞിട്ടുണ്ടാവില്ല. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇംഗ്ലീഷ് മലയാളം കൂടിയാണുള്ളത്. മാത്സിൻ്റെ ഞാൻ ഡിസ്കസ് ചെയ്യുന്നില്ല. മാത്സിൻ്റെ നിങ്ങൾ ജെറിൻ സാറിൻ്റെ ക്ലാസ് കേൾക്കുന്നത് തന്നെയായിരിക്കും, അതിൻ്റെ ഡിസ്കഷൻസ് ഒക്കെ കേൾക്കുന്നത് തന്നെയായിരിക്കും ഏറ്റവും നല്ലത്. മാത്സിൻ്റെ ഓരോ പേപ്പറിൻ്റെ സോൾവിങ് അദ്ദേഹത്തിൻ്റെ കേട്ട് കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് നല്ലൊരു ഐഡിയ കിട്ടും. ഓക്കെ, അപ്പോൾ നമുക്ക് ഇംഗ്ലീഷ് മലയാളം ഇതെന്നൊക്കെ പറയുന്നത് നമുക്ക് നോക്കാം. കാരണം മിക്ക ഇംഗ്ലീഷ് മലയാളം ചോദ്യങ്ങളും റെപ്പറ്റീഷനാണ്, എസ്പെഷ്യലി വൊക്കാബിൻ്റെ ഏരിയയിൽ നിന്ന്. പിന്നെ ഗ്രാമർ നമ്മൾ പഠിക്കണം. ഓക്കെ, അങ്ങനെ തന്നെയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്യുന്നത് ഉപകാരപ്പെടുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ ചിലപ്പോഴൊക്കെ നിങ്ങളിത് കണ്ട ചോദ്യങ്ങളായിരിക്കാം, ചെയ്ത ചോദ്യപേപ്പർ ആയിരിക്കാം, നമ്മൾ എന്താണ് കണ്ടതൊക്കെ തന്നെ വീണ്ടും കാണും. പക്ഷേ ഇതൊക്കെ തന്നെയായിരിക്കും നമുക്ക് ഇപ്പോൾ ഈ പറഞ്ഞ ആക്റ്റുകളൊക്കെ ഇല്ലാത്ത ഏതെങ്കിലും ഒരു ചോദ്യപേപ്പർ ഉണ്ടോ, എല്ലാത്തിനും ചോദിക്കാറുണ്ട്. പക്ഷേ സ്റ്റിൽ നമുക്ക് ആ ആക്റ്റിൽ നിന്ന് തെറ്റാറുമുണ്ട് അല്ലേ. അതിൻ്റെ ഒരു കാരണം എന്താണ്? നമ്മൾ ആ ആക്റ്റിനെ കുറിച്ച് ഒന്നില്ലെങ്കിൽ നമ്മൾ കൃത്യമായിട്ട് പഠിച്ചിട്ടില്ല. പിന്നെ കുറച്ച് ഞാൻ എന്താണ് ഈസി ആവുന്ന ആക്ട് പഠിക്കാമെന്ന് പറയില്ല. കാരണം കുറേയധികം ഇങ്ങനെ മലയാളീകരിച്ച് ആ ഒരു നിയമവശങ്ങളൊക്കെ ഇങ്ങനെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഓർമ്മയിൽ നിൽക്കുക എന്ന് പറയുന്നത് ഇത്തിരി ബുദ്ധിമുട്ടാണ്. തിരിച്ചും മറിച്ചും അങ്ങനെയാണോ, ഇത് ഈ അതിക്രമത്തിൽ വരുന്നതാണോ അല്ലെങ്കിൽ അങ്ങനത്തെ ഇത് വരുന്നതാണോ എന്നൊക്കെയുള്ള കൺഫ്യൂഷൻസ് വരാം. ആദ്യം ഒരു ഇതിലൊക്കെ ഒരു സെക്ഷൻ വെച്ചിട്ടാണ് ചോദിച്ചിരുന്നത് നമ്പറിങ്. പിന്നെ അത് സ്റ്റേറ്റ്മെൻറ്റിലോട്ട് മാറി, അതായത് ആ എക്സാക്ട് സെൻറ്റൻസ് വെച്ച് ചോദിക്കാൻ തുടങ്ങി. ഓക്കെ, അപ്പോൾ ഇതൊക്കെ നമുക്ക് തരുന്നൊരു ഐഡിയ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആക്ടിനെ കുറിച്ച് അത്യാവശ്യം വെറുതെ വായിച്ചു പോയാൽ പോരാ, അതിൻ്റെ എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കണം എന്നുള്ളത് തന്നെയാണ്. ഓക്കെ, അപ്പോൾ അതും കൂടെ കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ കഴിയും. പിന്നെ നമ്മൾ അടുത്ത ചോദ്യ പേപ്പർ എടുത്തിട്ട് ഇതേപോലെ. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ.